കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിത അനുഭവമായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി ഇവാഞ്ചലിസ്റ്റ് ഇന്ദിരാ സി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾക്ക് ലഭ്യമായതോർത്ത് സ്തോത്രം. തന്നിലൂടെ കേൾക്കുന്ന ഓരോ വാക്കുകളും കർത്താവെ, അതേ കേൾവിക്കാരെ കർത്താവിലേക്ക് അടുക്കുന്നതിനും അടുപ്പിക്കുന്നതിനും മുഖാന്തരമാക്കി ദൈവം അവിടുന്ന് തീർത്താട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ ദൈവദാസിയുടേതാണ്. ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ദൈവനാമ മഹത്വത്തിനായി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടിവിയിലേക്ക് ഒരു സാക്ഷ്യത്തിനും വചന ശുശ്രൂഷയ്ക്കുമായി എന്നെ ക്ഷണിച്ച തോമസ് ജോർജ് പാസ്റ്ററിനും കർത്താവിൻ്റെ ദാസിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജോയ്സ് ടിവിയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ഞാനൊരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് സാക്ഷ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് 68 സങ്കീർത്തനം അതിൻ്റെ 10, 19, 20 വാക്യം, 68 സങ്കീർത്തനം 19, 20 വാക്യങ്ങൾ ഇവിടെ ഞാൻ വായിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് എന്നെ ഞാൻ അറിയുവാൻ എങ്ങനെയാണ് ഇടയാക്കിയത്, ഞാൻ ആരായിരുന്നു, ഇന്ന് ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ, കർത്താവിന്റെ സാക്ഷ്യവും വചനവുമായി ഇങ്ങനെ നിൽക്കുവാൻ, കടന്നു വരുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നതോർത്ത് ദൈവത്തെ ഞാൻ പിന്നെയും സ്തുതിക്കുകയാണ്. എൻ്റെ പേര് പറഞ്ഞുവല്ലോ, ഇന്ദിരാ സി എന്നാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു സുവിശേഷ പ്രവർത്തക ആയതുകൊണ്ട് ഇവാഞ്ചലിസ്റ്റ് ഇന്ദിരാമ്മ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഞാൻ യേശുക്രിസ്തുവിനെ അറിയുകയോ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളരുകയോ ചെയ്ത ഒരു വ്യക്തിയല്ല. ഹൈന്ദവ പാരമ്പര്യത്തിൽ ഒരു നായർ തറവാട്ടിൽ ഒരു ഭക്തന്റെ മകളായിട്ട് ജനിച്ചു വളർന്നു. ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര വാളകം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അമ്പലത്തമ്മള എന്ന് പറയുന്ന സ്ഥലത്ത് പ്രമോദ് നിവാസ് എന്ന വീട്ടുപേരോടുകൂടി ആ വീട്ടിലാണ് ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ സാക്ഷ്യം ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ കുണ്ടറ പെരുമ്പഴ എന്ന് പറയുന്ന ദേശക്കാരനായതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഇവിടെ പെരുമ്പഴക്കാർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എൻ്റെ പിതൃപാരമ്പര്യം എന്ന് പറയുന്നത് അത്തിപ്പറമ്പിൽ പിള്ള വീട്ടിൽ, പെരുമ്പഴ അത്തിപ്പറമ്പിൽ പിള്ള വീട്ടിൽ ജി രാമൻപിള്ള ഭാഗവതരുടെ 6 മക്കളിൽ ഇളയവളാണ് ഞാന്. രാമായണം, ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതുപോലുള്ള അമ്പലത്തിലിരുന്ന് ഭജന നടത്തുന്ന, അങ്ങനത്തുള്ളവരെ പഠിപ്പിക്കുന്ന അനേക ശിഷ്യന്മാരെ വാർത്തെടുത്ത ഒരു ഭക്തന്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ മക്കളും അതുപോലെ തന്നെ ആ ബേസിൽ വളർന്നു വന്നു. സാമാന്യമായി രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കാനും ഭജന ട്രൂപ്പുകൾ, എൻ്റെ സഹോദരങ്ങൾക്കാകെ സ്വന്തമായിട്ട് ഭജന ട്രൂപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും അതുപോലെ തന്നെ ആ സ്വഭാവത്തിൽ വലിയ ഭജനക്കാർ വരുന്നതിന് മുമ്പ് ഒരു ഭജന ട്രൂപ്പൊക്കെ നടത്തി അങ്ങനെ സന്തോഷകരമായിട്ട് എൻ്റെ ബാല്യകാലമൊക്കെ ഞാൻ കഴിഞ്ഞു വന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചു. നല്ല മാർക്കോടുകൂടി പാസ്സായി. എന്നാൽ അന്നത്തെ കാലത്ത് ടൈപ്പ് ഷോർട്ട് ഹാൻഡുമാണ് പെട്ടെന്ന് ജോലി കിട്ടുവാനുള്ള സാധ്യത എന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളൊക്കെ 2 പേര് ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിച്ചാണ് ബീഹാറിൽ, കൽക്കട്ട ഇവിടെയൊക്കെ ജോലിയായിരുന്നു.
അതുകൊണ്ട് അങ്ങനെ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും അതിൻ്റെ ലോവറും ഹയറും ഒക്കെ പാസ്സായി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്ന സമയത്ത് എൻ്റെ ബീഹാറിൽ താമസിച്ചിരുന്ന ജോലിയുള്ള എൻ്റെ സഹോദരനാണ് എന്നെ കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞിരുന്നത്. അദ്ദേഹം നാട്ടിൽ വരികയും വരുന്നത് ശബരിമല പോകാനാണ് വരുന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ അമ്മാവൻ്റെ തന്നെ ഒരു മകളെ, ഞങ്ങൾക്ക് ആങ്ങളെയും പെങ്ങളുടെ മക്കളും ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടത്താനൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ടായത് കൊണ്ട് അമ്മാവനും വലിയ ഭക്തനാണ്, അണ്ണനും ആങ്ങളെയും വലിയ ഭക്തനായതുകൊണ്ട് അമ്മാവനൊരാഗ്രഹം മോളെ ആങ്ങളെയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. ആ വരവോടുകൂടി ആ വിവാഹം ഉറയ്ക്കുകയും ഭാര്യയുമായിട്ട് അവർ ബീഹാറിലേക്ക് പോവുകയും ചെയ്തു. അതോടുകൂടി എൻ്റെ ജോലി എന്ന് പറയുന്ന സ്വപ്നം അവിടെ അവസാനിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് പറയുന്ന ഞാൻ, അമ്മ, എനിക്ക് നേരെ മൂത്ത ഒരു സഹോദരൻ നന്നായിട്ട് പഠിക്കും, അഞ്ചൽ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ മൂത്ത ആങ്ങളെ കല്യാണം കഴിച്ചു. ഒരു വീട്ടിൽ തന്നെ കലം വെച്ച് അവര് 2 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുന്നു. ഈ ബീഹാറിൽ പോയ സഹോദരൻ തുമായ വരുമാനം ഞങ്ങൾക്ക് മാസം തോറും അയച്ചു തരുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവനവും ഞങ്ങളുടെ വിദ്യാഭ്യാസവും നടക്കുന്നത്. എന്നാൽ ഈ വിവാഹത്തോടു കൂടി അവിടെ ചെന്നതിന് ശേഷം അവരവിടെ ചെന്നെത്തി എന്ന് പറഞ്ഞോളൂ ലെറ്റർ അല്ലാതെ പിന്നെ ഒരു നയാ പൈസ പോലും ഞങ്ങൾക്ക് ചെലവിനായിട്ട് അയച്ചു തന്നിട്ടേ ഇല്ല. അങ്ങനെ എൻ്റെ ആങ്ങള പഠിത്തം നിർത്തി അണ്ണൻ നാട് വിട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇളയാങ്ങള നാട് വിട്ടുപോയി. പിന്നെ ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് വളരെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിലൂടെ മുന്നോട്ട്, ആങ്ങളുടെ വീട്ടിലാണെങ്കിൽ തന്നെയും ഞങ്ങൾ വീട്ടിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ പിന്നെ കെട്ടിച്ചു വിടുക എന്നുള്ള ഒരൊറ്റ ദൗത്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മത്സരിച്ചു, ആര് ചെയ്യും, ആര് കെട്ടിച്ചു വിടും. വിവാഹം ചെയ്ത് മക്കളും കുടുംബസ്ഥരും ആയവർക്ക് ഇതിനൊന്നും മനസ്സില്ല. ഒരാങ്ങളയുണ്ട്, നാട് വിട്ടു പോയി, അച്ഛനില്ല, പിന്നെ വിധവയായ ഒരു അമ്മയല്ലാതെ പിന്നെ ചേട്ടത്തിയുടെ ഭർത്താവുണ്ട്. അവരൊക്കെ ആളായിട്ട് നിന്ന് സഹായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും എൻ്റെ വിവാഹം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല. അങ്ങനെ പലരോടും പറഞ്ഞു, ഇത്ര സെന്റ് വസ്തുവുണ്ട്, അത് വിവാഹത്തിനും സ്ത്രീധനത്തിനും സ്വർണത്തിനും ആയിട്ട് തന്നേക്കാം, അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ രജിസ്റ്റർ മാര്യേജ് ചെയ്തു തരാം എങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞങ്ങളുടെ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു. 1ാമത്തെ ദിവസം തന്നെ വീട്ടിൽ വന്നു. ആ നിമിഷം തൊട്ട് ഞാൻ പറയാമല്ലോ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഗാന്ധി ജയന്തി ദിനത്തിലും ഒക്കെ ഞങ്ങൾ ഈ എന്താ പറയുന്നത്, സമൂഹത്തിൽ നടക്കുന്ന ഈ ദുർപ്രവണതയായ മദ്യപാനം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ തമ്പാക്ക്, മുറുക്കാൻ, വെറ്റില മുറുക്ക്, പുകയില, ഇതിനൊക്കെ കൂടെ പ്രതിരോധിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ തന്നെ. അങ്ങനെ വളർന്നു വന്നപ്പോൾ എൻ്റെ ആഗ്രഹം അതേ ഉള്ളൂ, എനിക്ക് വിവാഹം കഴിക്കുന്ന ആള് ഒരു മദ്യപാനി ആയിരിക്കരുത്, സമ്പത്തൊന്നും ഇല്ലേലും വേണ്ടിയല്ല, താഴെ അരി ഒരു കൂലിവേലക്കാരനായാലും മതി, എനിക്ക് താഴെ അരി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും സന്തോഷമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. എൻ്റെ കുടുംബത്തിൽ ആരും മദ്യപിച്ചിട്ട് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയോ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. പലയിടത്തും ചുറ്റുവട്ടത്ത് കാണുന്നത് കൊണ്ട് എനിക്കങ്ങനെ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ അത് തന്നെ എനിക്ക് അനുഭവമായിട്ട് വന്നു. 1ാമത്തെ ദിവസം തന്നെ മദ്യപിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുക തുടങ്ങി. വലിയ പാരമ്പര്യത്തിലുള്ള ഒരു കുടുംബമായിട്ട് നിന്നെ കെട്ടിച്ചു തരാൻ ആരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അവസാനം നിന്നെ കൈക്കൊള്ളാൻ ഞാനല്ലേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വസ്തുവിന് ബഹളമായി. അങ്ങനെ വസ്തു അവർ വിട്ടു തന്നു. പിന്നെ അമ്മ ബഹളം വെച്ചു. അമ്മയ്ക്ക് 20 സെന്റ് അമ്മയ്ക്ക് കൊടുത്തു. അതിൻ്റെ പേർക്ക് അന്ന് മുതൽ കിട്ടിയ സ്വർണത്തിന്റെ വിലയ്ക്ക് കിട്ടിയ വസ്തു അമ്മയ്ക്ക് നീ വിട്ടുകൊടുത്തില്ലയോ എന്ന് ചോദിച്ച് അന്ന് മുതൽ എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അങ്ങനെ അപ്പോഴെല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവനെ കളഞ്ഞിട്ടിഞ്ഞ് പോരേന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കറിയാം 6 മക്കളെയും കൊണ്ട് എൻ്റെ അമ്മ അച്ഛനില്ലാതെ വളർത്തിയ ഒരു വിധവയുടെ അനുഭവം എനിക്കറിയാം. ഒരു ഭർത്താവില്ലാത്ത ഒരമ്മ, മക്കളില്ലാത്ത, അച്ഛനില്ലാത്ത മക്കൾ, ഇവരുടെയൊക്കെ ദുഃഖം അറിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തെന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, എനിക്ക് എൻ്റെ ഭർത്താവും വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും വേണം എന്ന് പറഞ്ഞു. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ ഞാൻ ഗർഭിണിയായി തീർന്നു.
അങ്ങനെ മൂത്ത മകൻ പ്രമോദ് കുമാർ എന്ന് പറയുന്ന ഒരു മകൻ, അവന് പേരിട്ട്. മൂത്തത് ആൺകുഞ്ഞായിരുന്നു. ഈ പീഡനത്തിന് നടുവിൽ സഹോദരങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് നിർത്തി. അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അവരെല്ലാവരും എന്നെ അടിച്ചു വിട്ടു. പെറ്റമ്മ പോലും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെയോ കുഞ്ഞുങ്ങളുടെയോ കുഴപ്പം കൊണ്ടല്ല. ഭർത്താവ് മദ്യപിച്ചിട്ട് അവരുടെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭർത്താക്കന്മാർക്ക് ആങ്ങളമാരൊക്കെ ചെറുപ്പമായതുകൊണ്ട് അവർക്ക് കൊല്ലും കൊലയും ഒന്നും കാണാൻ വയ്യാത്തത് കൊണ്ട് പോകുന്നെങ്കിൽ നീ നിന്റെ മക്കളല്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവരും ഞങ്ങളെ അടിച്ചിറക്കാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോഴാണ് പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ഒരു ദൈവം ഞാൻ അറിയുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരുന്ന് അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും പെറ്റമ്മ നിന്നെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞ സർവശക്തനായ ഒരു ദൈവം ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഈ രാത്രികാലം എൻ്റെ യേശു നല്ലവനെന്ന് പറയുവാനായിട്ട് എനിക്കിടയായി തീർന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക, നമ്മൾ അന്ധമായി നമ്മുടെ സഹോദരങ്ങളെ വിശ്വസിക്കും, മാതാപിതാക്കളെ വിശ്വസിക്കും, ബന്ധുജനങ്ങളെ വിശ്വസിക്കും, ചുറ്റുപാടുകളെ വിശ്വസിക്കും. പക്ഷേ ഹല്ലേലൂയ ചിരിക്കുമ്പോൾ 1000 പേര് നമ്മുടെ കൂടെ കാണും, കരയുമ്പോൾ ഞാനും നമ്മുടെ നിഴലുമല്ലാതെ ആരുമല്ലെന്ന് കവി പറയുന്നത് പോലെ ഒരു കുഞ്ഞുങ്ങളും നമ്മൾ കാണത്തില്ല. നമുക്ക് സന്തോഷവും സമാധാനവും സമ്പത്തും സൗന്ദര്യവും ഉള്ളപ്പോൾ മാത്രമുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് നമുക്കുള്ളത് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചവളാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നീ ആശ്രയം വയ്ക്കരുത്. ഹല്ലേലൂയ. അന്ന് ഇതൊന്നും ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ബന്ധുക്കളെയും ചർച്ചക്കാരെയും ഒക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് അവർ വന്ന് ഞങ്ങളെ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അകത്ത് പീഡനം പുറത്ത് പീഡനം, 23 കേസ് പുറത്തുണ്ടാക്കി. ആരോട് കുടിച്ചു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുടിച്ചിട്ട് ഉപദ്രവമാണ് പുള്ളിക്കാരന് പുറത്ത്. അങ്ങനെ പുറത്തുള്ള ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും സഹിക്കും, പക്ഷെ പുറത്തുള്ളവർക്ക് സഹിക്കണമെന്ന കാര്യമില്ല. അതുകൊണ്ട് അവർ കേസ് കൊടുക്കും. അങ്ങനെ 23 കേസ് കൊടുത്തു. ഞങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു കൊണ്ട് അവര് ഉപദ്രവിക്കാനൊക്കെ വരുമ്പോൾ പുള്ളിക്കാരെ ഓടി ഒളിച്ചിട്ട് പറയും, നീ പോയി കൊച്ചാട്ടിനെ കണ്ടിട്ട് എന്നെ പോലീസ് കയറ്റിയേക്കരുത്, പോലീസ് കയറ്റിയാൽ നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളയും. കാരണം വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് വന്നാൽ അവര് പോയി കഴിഞ്ഞ് ഈ വടിവാളും കൊണ്ട് വരുന്നവര് അവിടെ ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ അവരോട് കേസ് കൊടുക്കും, പോലീസ് തിരക്കവര്. ഇത് തന്നെ ജീവിതത്തിലെ ദിനചര്യയായിട്ട് വന്നിരിക്കുക. കേസ് കൊടുക്കുക, അടിക്കുക, അവരോട് കേസ് കൊടുക്കുക, എന്നെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, തലമണ്ടി അടിച്ചു പൊട്ടിക്കുക, വെച്ച് വെക്കുന്നത് എടുത്തെറിയുക, തുണി വാരിയിട്ട് ചൂടുക. ഇങ്ങനെ ഭ്രാന്തമായിട്ടുള്ള പിന്നെ മദ്യപാനത്തിന്റെ ആ ലഹരി ആ മനുഷ്യന് കാരണം ജോലി കൂടുകയും കൂട്ടുകാർ കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് മദ്യപാനം കൂടി വരികയും ഒരു ദിവസം പോലും എൻ്റെ കുഞ്ഞുങ്ങളെ രാത്രികാലം കിടത്തി ഉറക്കാത്ത വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഓടുന്ന ഞങ്ങളെ കല്ല് പറക്കിയെറിയും, ചേമ്പിന്റെ ഇടയിലും വാഴയിടയിലും എവിടെങ്കിലുമൊക്കെ ഞങ്ങൾ ഒളിച്ചും പാത്തും ഇരുന്ന് വെളുപ്പാങ്കാലം ആകുമ്പം വീട്ടിൽ കയറി വരും. ഇങ്ങനത്തുള്ള അവസ്ഥ വർഷങ്ങൾ കൊണ്ട് പോയപ്പോൾ അടിച്ചും ഇടിച്ചും തകർന്നും തലമണ്ട അടിച്ചു പൊട്ടിച്ചും കൈ പിരിച്ചൊടിച്ചും ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു ചുവട് പോലും എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്ക് കെൽപ്പില്ല. എങ്കിൽ അപ്പോഴത്തേന് ഒരു കുഞ്ഞും കൂടി ഉണ്ടായി. ഇളയത് പെൺകുഞ്ഞാണ്, ഒരാണും ഒരു പെൺകുഞ്ഞ്, ഒരു പെണ്ണും, 2 കുഞ്ഞുങ്ങളായി. അവരെ ഇതിന്റെ ഇടയ്ക്കൂടെ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുറ്റിനിട്ടത്ത് പറമ്പിലും ഒക്കെ ചെന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് പാമ്പ് കടിക്കാതെയും മറ്റുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാതെയൊക്കെ ദൈവം ഞങ്ങൾക്ക് അന്നും ഒരു തുണയായിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പിന്നീട് എനിക്കാണ് മനസ്സിലായത്. ദൈവമാണ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായി. ഞാൻ സേവിച്ചു നിന്ന് ദൈവമോ, ഞാൻ വിളിച്ചപേക്ഷിച്ചു. ഞാൻ 30 കോടി ദൈവങ്ങളും അവരുടെ അസുരഗണങ്ങളും ഉണ്ട്, അവരെ എല്ലാം ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചു, നേർച്ചകൾ കാഴ്ചകളിട്ടു, രാഷ്ട്രീയക്കാരെ നോക്കി, കേസ് എൻ്റെ ആൾക്കാരുണ്ട്, കേസ് കൊടുത്തു. അങ്ങനെ അവസാനം ഒരു രക്ഷയുമില്ല. ആര് പറഞ്ഞിട്ടും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തി നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മദ്യത്തിനും മയക്കുമരുന്നിനും ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു ഡി അഡിക്ഷൻ സെന്ററിനോ ഒരു കൗൺസിലിംഗ് സെന്ററിനോ ഒരു രാഷ്ട്രീയത്തിനോ ഒരു ബന്ധുക്കൾക്കോ ഒരു കോടതിക്കോ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നുള്ളത് 5 വർഷം കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോയി, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടും, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടും രക്ഷ
പ്രാപിച്ചില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവസാനം ഈ ദുരിതങ്ങളെല്ലാം കണ്ടിട്ട് എൻ്റെ കുഞ്ഞുകണ്ടയ്ക്ക് ജീവൻ എനിക്ക് മതി, അതുവരെയും ബന്ധം ഒഴിയത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ കുടുംബ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. അവസാനം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനെ കാണാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ടീച്ചറുടെ നഴ്സറി പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ വീട്ടിലേക്ക് പോയി ചെന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഒരു ദിവസം എന്നെ ഇവിടുന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇതുപോലെ തന്നെ ആ കൊച്ചാട്ടിനെ പോയി കണ്ടിട്ട്, എന്നെ വേണ്ടെങ്കിൽ എന്നെ എന്നെ കൊല്ലാൻ ആർക്കും അധികാരം തന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ മദ്യപാനം നിർത്തണം. അവര് പറഞ്ഞു ഇവിടെ ചേച്ചി ഇവിടെ നില്ലെന്നും പറഞ്ഞു പോയി. അവിടെ നഴ്സറിയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടുകാർ താമസം. 11 ഏക്കറിനകത്ത് പെരുമ്പഴ കുടുംബം എന്ന് പറഞ്ഞ ഒരു നായർ തറവാട് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ നടുവിലാണ്. ഇവരെല്ലാരും വന്ന് കണ്ടു, എന്നെ വന്ന് കണ്ടു. അവിടെ പറഞ്ഞു, നീ 2 ദിവസം അവിടെ നില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് ഇനി ഇറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവിടെ നിർത്തി. അങ്ങനെ 9 ദിവസം ഒരു വീട്ടിൽ നിന്നു. പിന്നെ എന്നെ വേറൊരു വീട്ടിലേക്ക് എന്തുവാ എന്ന് ചോദിച്ചപ്പോൾ പറയുമ്പോൾ ചുപ്പ് രഹോ, മിണ്ടി പോകരുത്. എൻ്റെ ഭർത്താവിന്റെ പീഡനത്തെക്കാട്ടിലും ഭീഷണിയായി അവരിൽ നിന്നും എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അവസാനം 29ാമത്തെ ദിവസം ആ ടീച്ചർ വന്ന് പറഞ്ഞു, ഇതെൻ്റെ വീടാണ്, അമ്മയാണ് ഇത്, ആരാന്നൊന്നും എന്നോട് പറഞ്ഞില്ല, എൻ്റെ ഈ വീട്ടിനകത്ത് ചേച്ചി ഉണ്ടെന്ന് അണ്ണൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിപ്പോയിക്കോടെന്ന് പറഞ്ഞ് രാത്രി എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കുക ചെയ്യുന്നത്. ഞാൻ അടിച്ചിറക്കി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല, സ്ഥലം ഏതെന്ന് അറിയത്തില്ല. ഞാൻ അവരെ കാണാതെ നേരം വെളുത്ത് ഈ രാത്രി ഈ അടിച്ചിറക്കുകയും ഓടുകയും ചെയ്ത് രാത്രി കുഞ്ഞുങ്ങളെ കൊണ്ടിരുന്ന് അതൊരു പതിവായി തീർന്നത് കൊണ്ട് അവരുടെ വിറവുപുരയുടെ അറ്റത്ത് രാത്രി മൊത്തം കഴിച്ചു കൂട്ടാൻ എനിക്കൊരു ഭയവും ഇല്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. നേരം 6 മണിയായപ്പോൾ റോഡിൽ കൂടെ ആളുകൾ പോകുന്ന കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ഈ സ്ഥലം ഏതാ? അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വന്നേ? പിന്നെ അതൊന്നും കൂടുതൽ പറയാതെ ഞാൻ പറഞ്ഞു, അതായത് അവരോട് പറഞ്ഞു, ഇത് കലയപുരം എന്ന് പറയുന്നത്, എവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് പോകാൻ ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങ് പോയി. പക്ഷെ എന്നാൽ ഞാൻ നടന്നു അവിടുന്ന്. അന്നേരം അപ്പോഴത്തേന് രാഷ്ട്രീയക്കാരനായ നമ്മുടെ ആ രാഷ്ട്രീയക്കാരൻ കൊട്ടാരക്കര വീട് വെച്ച് മാറുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. പുള്ളിക്കാരനാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏത് കാര്യം വന്നാലും അതിന് ഒരു ശാശ്വത പരിഹാരം കാണുന്ന പുള്ളിക്കാരന്റെ മധ്യസ്ഥതയിലാണ്. അതുകൊണ്ട് 23 കേസിനും രാഷ്ട്രീയത്തിൽ നടക്കുന്നതുകൊണ്ടും കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടും പറഞ്ഞു, ഇത് നമ്മുടെ ആളാണ്, സാരമില്ല, അവനെ പോലീസ് സ്റ്റേഷനിലൊന്നും കയറ്റേണ്ട, വിട്ട് കളഞ്ഞേര്, കേസ് ഇല്ലാതാക്കി കളഞ്ഞേര് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ട് കളഞ്ഞു. അവസാനം 24ാമത്തെ ഒരു കേസ്, അത് നാട്ടുകാർ കൊണ്ട് കൊടുത്തതല്ല, എൻ്റെ ആൾക്കാർ കൊണ്ട് കൊടുത്തു. എന്നെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടെന്നും പറഞ്ഞു എൻ്റെ ഭർത്താവിന്റെ പേർക്ക് എൻ്റെ ആൾക്കാരുകൊണ്ട് കേസ് കൊടുത്തു. ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ 3 ദിവസം ഞങ്ങളുടെ കരയോഗത്തിലുള്ള മഹിളാ സമാജക്കാരും എൻ്റെ ചേച്ചിയും കൂടെ, ഒരു ചേച്ചിയേ ഉള്ളൂ, ചേട്ടത്തിയേ ഉള്ളൂ, അവിടെ ഇരുന്ന് അവിടെ സമരം ചെയ്തിട്ട് പറഞ്ഞു, ഇന്ദിരയുടെ ഘാതകനെ കണ്ടുപിടിക്കുക. ഇതായിരുന്നു അവരുടെ സമരത്തിന്റെ ഉദ്ദേശം. എന്നെ കാണുന്നില്ല, 1 മാസത്തോളമായി എന്നെ കണ്ടിട്ട്. എന്നെ അവരുടെ വസതിയിൽ അല്ലെങ്കിൽ അവരുടെ വസ്തുവിനകത്ത് തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഇവര് വന്ന് സമരം ചെയ്യുന്നത്. അവസാനം ഞാൻ ഇവിടെ നടന്ന് ഈ കൊട്ടാരക്കര വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ പത്രവും വായിച്ച് ചായയും കുടിച്ചോണ്ടിരുന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി പെണ്ണെ, നിന്നെ അവൻ കൊന്നിട്ടൊന്നും ഇല്ലായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, നീ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കൊന്നോ? എന്തുവാ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ചേട്ടാ. ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിലായിരുന്നു, പെരുമ്പഴ പോയിരുന്നു. ആ മനുഷ്യൻ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എന്നിട്ടും എന്നെ നിർത്തിയ വീട്ടുകാരെ ഞാൻ ഒറ്റിക്കൊടുത്തില്ല. അപ്പോഴും പറഞ്ഞു, നിന്റെ അമ്മയാണ്, നിന്റെ ചേച്ചിയാണ് ഇതിനെല്ലാം കാരണം, നിന്റെ അമ്മയാണ് ചെന്ന് മോളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേസ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. പോലീസുകാർ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. നിന്റെ ഭർത്താവ് മാരക ആയുധങ്ങളുമായിട്ട് നിന്നെ കൊല്ലാൻ നടക്കുന്നു. ഇതുവരെ അവളെ കൊന്നില്ല, ഉപദ്രവിക്കുമായിരുന്നു. ഇനി അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. അതുകൊണ്ട് അവളുടെ ആൾക്കാരുടെ കൂടി നിന്നുകൊണ്ട് എന്നെ കൊലക്കുറ്റത്തിന് കേസ് കൊടുത്ത അവളെ ഭൂമിയുടെ മുഖത്ത് ജീവിപ്പാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതാണ് പുള്ളിക്കാരന്റെ ലക്ഷ്യം. അതുകൊണ്ട് പോലീസിന്റെ മുമ്പിലും പോയി ചാടരുത്, ഭർത്താവിന്റെ മുമ്പിലും പോയി ചാടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ വന്നു, ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല, അവിടുന്ന് അടിച്ചിറക്കി. അമ്മയുടെ അടുത്ത് വന്നു, അമ്മയെ അവിടുന്ന് അടിച്ചിറക്കി. അവസാനം പോറ്റമ്മ എന്ന് പറയുന്നത് പോലെ എൻ്റെ കൂടെ പഠിച്ച ഒരു കുഞ്ഞിന്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ അവരുടെ വീട്ടിൽ 4-5 ദിവസം എന്നെ വിളിച്ച് നിർത്തി. അങ്ങനെ അതിലെ കൂടെ പോയപ്പോൾ ഒരു പോലീസുകാരൻ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു പോലീസുകാരൻ പോകുന്ന കണ്ടോണ്ട് ഞാൻ ഓടി ഇറങ്ങി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, കുഞ്ഞെ, നിന്നെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ട്, അവനും ആയുധങ്ങളുമായിട്ട് നടക്കുക, നിന്റെ
നിന്റെ അമ്മ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് നിന്നെ കിട്ടി എന്ന് പറഞ്ഞല്ലാതെ ഈ കേസ് ഇവിടുന്ന് അവസാനിക്കത്തില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എന്നെ ആരും കൊണ്ട് ഹാജരാക്കാനോ പോലീസ് കൊണ്ട് ഹാജരാക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു തലയായിക്കാൻ ഇടം തരാനോ ആരുമില്ല. ആ വീട്ടിൽ അധിക ദിവസം എനിക്ക് നിൽക്കാനും പറ്റത്തില്ല, റോഡ് സൈഡാണ്. അമ്മ അവിടെ ഉണ്ട്. അന്നേരം ഞാൻ ഒരു ശബ്ദമോ വല്ലതും കേട്ടിരുന്ന അവർ ഒളിച്ചു നിർപ്പിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കയറി അവരെ ഉപദ്രവിക്കാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് അങ്ങനെ അവസാനം ഞാൻ തന്നെ ചിന്തിച്ചു നോക്കി, ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടാം, ആ കേസൊന്ന് ഒത്തുതീർപ്പാക്കി തീർക്കണം. എന്നെ കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് ദേശത്തൊന്ന് നിൽക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് 29 ദിവസമായി, 29 നാട്ടിൽ വന്നതും കൂടെ കൂട്ടി 30-35 ദിവസമായി. എൻ്റെ കുഞ്ഞുങ്ങളെന്തി, ഇത് എന്ത് ചെയ്യണം? അവസാനം ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പോയി. ആദ്യം പറഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, 23 കേസിനും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തു. ഇനി ഇന്നലെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ നിന്നെ ഇനി സഹായിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അടുത്ത ആള് രക്ഷിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു രാഷ്ട്രീയക്കാരൻ്റെ ഭവനത്തിലേക്ക് പോയി. പുള്ളിക്കാരൻ തലവരെ ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് പഠിപ്പിച്ച ഒരു ഭാഗവതരുടെ മകളാണ് ഞാൻ. ഇന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഇന്ന് അവര് വന്ന് പറഞ്ഞിട്ട് പോയി, ഈ മൈക്കിലൂടെ കേട്ട ശബ്ദം പറയുകയാ, മറ്റൊരുത്തരും രക്ഷയില്ലെന്ന്. ശരിയല്ലേ? എവിടെ എല്ലാം പോയിട്ട് എനിക്ക് വല്ല രക്ഷ കിട്ടിയോ? അവസാനം 3 കുഞ്ഞുങ്ങളെ 3 പേരെ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇവര് പറഞ്ഞിട്ട് പോയത്, ഈ യേശുവിന് എനിക്കും കൂടെ എന്നെ കൂടെ തേടിയാണ് വന്നതെങ്കിൽ എന്നെ കൂടെ സ്വർഗരാജ്യത്തിൽ ഇരുത്തുവാനാ. ഇവര് പ്രസംഗിച്ചതുപോലെ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാനും പ്രസംഗിക്കുമെന്ന്. ഹല്ലേലൂയ. 1990 കേട്ട ശബ്ദത്തിന് മുൻപിൽ ഞാൻ തീരുമാനമെടുത്തു. എനിക്കറിയത്തില്ല, വേദപുസ്തകം ഞാൻ കണ്ടിട്ടില്ല, ക്രിസ്തീയ കൂട്ടായ്മകൾ ഞാൻ പോയിട്ടില്ല, ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതാ, ഇവർ എന്നെ ആത്മഹത്യ ചെയ്താൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ഏത് പ്രശ്നത്തിന് പരിഹാരം യേശുക്രിസ്തുവാണ്, ലോകരക്ഷകനാണ്, ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി വന്നതല്ല യേശുക്രിസ്തുവെന്നും പുതിയ അറിവുകൾ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കെന്തോ ജീവിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, ഇപ്പൊ നമുക്ക് പറയാം, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നു എന്നെനിക്ക് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ശബ്ദത്തോട് ഞാൻ പ്രതികരിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ആ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരു രക്ഷത. ഇതൊന്നും വേണ്ട, ഭക്ഷണമില്ലാതില്ല, വസ്ത്രമില്ലാതില്ല, വീടില്ലാതില്ല, ബന്ധുക്കളില്ലാതില്ല, രാഷ്ട്രീയക്കാരില്ലാതില്ല, പക്ഷെ ഒരു നേരത്തെ ഉറക്കം എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ കിടത്തി ഒന്ന് ഉറക്കണം, അവർക്ക് വെച്ച് വെക്കുന്ന ഭക്ഷണം കൊടുക്കണം, അവര് ഭയമില്ലാതെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് ഉറങ്ങണം, ഞങ്ങളുടെ കുടുംബം സ്വസ്ഥമായി മാറണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. എനിക്ക് വേറെ ഒന്നും ഒരാഗ്രഹം എനിക്കില്ല. സ്തോത്രം. 4-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നെന്ന് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയതെന്നേ. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഹല്ലേലൂയ, ഒരു നേരത്തെ ഉറക്കത്തിന് വേണ്ടി എൻ്റെ ഓമന കുഞ്ഞുങ്ങളെ എൻ്റെ മുറിക്കകത്ത് വെച്ച് അവരെ ഒന്ന് പുതപ്പിച്ച് ഉറക്കുവാൻ വർഷങ്ങൾ ഈ മുടിഞ്ഞ മദ്യപാന മുഖാന്തരം എനിക്ക് സാധിച്ചില്ല. വാസ്വേ, സ്തോത്രം. എന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള, ഈ മനുഷ്യനിൽ നിന്ന് എനിക്ക് രക്ഷ പ്രാപിക്കണം എന്നുള്ള ഹല്ലേലൂയ, സ്തോത്രം, ഒരു ചിന്തയാണ് പിന്നെ എനിക്ക് ഉണ്ടായി വരുന്നത്. അങ്ങനെ വന്നു, അങ്ങനെ തീരുമാനിച്ചു. ഒരു ദിവസം ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയത്തേയില്ല. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നാൽ അവൻ നിന്നെ കൊല്ലും, അതുകൊണ്ട് ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എന്തോ ഒരു ശക്തി എന്നിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു നിമിഷം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കുന്നില്ല, ഇനി മേലിൽ ഞങ്ങൾ ഇവിടെ കയറത്തുമില്ല, ഞങ്ങൾ പോവാന്നും പറഞ്ഞിട്ട്, എവിടെ പോവാന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾ പോവാണെന്നും പറഞ്ഞു ആ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങി. റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചിരകയെടുത്തെറിഞ്ഞു. എൻ്റെ തലമണ്ടയ്ക്ക് എറിഞ്ഞതാണ്, പക്ഷെ എൻ്റെ കാലിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഉപ്പൂറ്റിക്ക് വന്നു കൊണ്ടുപോയി. ഇന്നും ആ വേദനയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്നൊക്കെ മതിലൊക്കെ ചാടി ഞങ്ങൾ പോയി. അടുത്താണ് എൻ്റെ വസ്തു. അതിനകത്ത് ആ റബ്ബറും തൈ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ കുത്തിയിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ കാര്യങ്ങൾ പോയി. രണ്ടാമത്തെ സഹോദരൻ വന്നു, അളിയനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, അവൾക്ക് വിവാഹബന്ധം വേർപെടുത്തി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, എന്നാ പിന്നെ ആളെയും കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി 50 രൂപ പത്രം മേടിച്ച് അവർ തങ്ങളുള്ള വിവാഹം കോടതി കിടപ്പുണ്ട്, പക്ഷേ ഇവർ തങ്ങളുള്ള താൽക്കാലികമായിട്ടുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെയും ഇളയ കൊച്ചിനെയും കൂടെ കൊണ്ട് ബീഹാറിലേക്ക് പോയി. മൂത്ത കുഞ്ഞിനെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ മൂത്ത സഹോദരന്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ബീഹാറിൽ ചെന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ഇതാണോ നിന്നെ വിശ്വസിച്ചാൽ കിട്ടുന്നത്?
ഇതുവരെ ഞങ്ങൾ 4 പേരും ഒരു കൂര കീഴിലുണ്ടായിരുന്നു. അടിച്ചാലും പിടിച്ചാലും ഇതുവരെ കൊലപാതകം മാത്രം നടന്നിട്ടില്ല. എങ്കിലും ഇപ്പൊ മോൻ മൂത്ത ആങ്ങളുടെ ഭർത്താവ് വേറെ, ഞാനും എൻ്റെ മോളും ബീഹാറിൽ. ഇതാണോ നിന്നെ സേവിച്ചാൽ കിട്ടുന്നത്? ഇതാണോ എൻ്റെ യേശുവിനെ രക്ഷകനായി സേവിച്ചാൽ കിട്ടുന്നത്? അതാണ് മുമ്പേ വായിച്ച വചനം പറഞ്ഞു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കാണ് ദൈവം തന്ന. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. അവിടെ നടന്നാൽ ഒരു മരണം നടക്കുമെന്ന് എൻ്റെ കർത്താവിന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ ബലം നൽകി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവൻ എൻ്റെ ഉള്ളിൽ ബലം നൽകി. ഹല്ലേലൂയ, സ്തോത്രം. ആ ബലത്തോടുകൂടി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഞാൻ പുറപ്പെട്ട് ചാടിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് 4 ഭാഗത്തായിരുന്നുവെങ്കിലും 4 പേരെയും മരണം കവർന്നെടുക്കാതെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കാണ് തന്നതെന്ന് ദൈവം ആദ്യം എന്നെ ഉറപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 3 മാസം മാത്രമേ ബീഹാറിൽ നിന്നുള്ളൂ. കാരണം മോള് 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. 7 വയസ്സായി. അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ. ഹിന്ദി ഒന്നും പഠിപ്പിച്ച് കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും എന്നെ നാട്ടിലേക്ക് അയച്ചു. കുഞ്ഞുങ്ങളുമായിട്ട് അമ്മയുടെ വീട്ടിൽ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2 കൗൺസിലിംഗ് സെന്റർ വന്നു. ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു. വിവരങ്ങളൊക്കെ, നാട്ടിലെ വിശേഷങ്ങളൊക്കെ അവരറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ബീഹാറിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ, നിന്നെ അറിഞ്ഞാൽ ഇതാണോ എനിക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു. ആ ചോദിച്ച സമയം ഒരു ദിവസം മദ്യപിച്ച് മതോന്മത്തനായി ഈ ഡി അഡീഷൻ സെന്ററിൽ ആ ഭർത്താവ് കയറി ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെയും എൻ്റെ ഇന്ദിരയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് അവിടെ ഇരുന്ന പുനലൂരുള്ള ഒരു അച്ഛനാണ് അവിടെ കൗൺസിലറായിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, മദ്യപാനി ആയതുകൊണ്ട് ഉള്ളതല്ല ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവര് എല്ലാ ശ്രദ്ധയോടെ കേട്ടു. അന്നേരം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവര് സമൂഹത്തെ അന്വേഷിച്ചു നോക്കിയാലുള്ള കുടുംബങ്ങളെല്ലാവരും അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പോഴും പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, നിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി എന്ന മദ്യപാനം മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് വരത്തുള്ളൂ. ദൈവത്തിന് കഴിയും, ഞങ്ങൾ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് കഴിയുമെന്ന് പറയുവാനായിട്ട് ഇന്ന് ഞാൻ പറയും, ഓരോരുത്തരോടും പറയും. രമ്യാപ്രവചനം 32:27 പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയല്ലേ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. 19-ാം വാക്യം വായിക്കുമ്പോൾ 32:19 വാക്യം വായിക്കുമ്പോൾ പറയുന്നു, അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവമാ. ആ ദൈവം അവന്റെ പ്രവൃത്തിയിലൂടെ, ഹല്ലേലൂയ, സ്തോത്രം, ആലോചനയിലൂടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഭർത്താവിനെ കൗൺസിലിംഗ് സെന്ററിൽ വരുത്തിയും, ഹല്ലേലൂയ, ഞങ്ങളെ മടക്കി വരണമെന്ന് മടക്കി തരണമെന്ന് അവരോട് ആജ്ഞാപിക്കുക, അവരോട് അപേക്ഷിക്കുകയും ചെയ്തതിന് പ്രകാരം ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് കമ്പി അടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ലെറ്റർ അയക്കും. ഇത് 2 പേരും മറ്റുള്ളവരുമായിട്ട് ബീഹാറിലേക്കൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവസാനം ഒരു രജിസ്റ്റേർഡ് കത്തായിട്ട് എൻ്റെ സഹോദരന് വന്നു, നിങ്ങളുടെ ഭർത്താളിയൻ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് മദ്യപാനം നിർത്തിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, 100% ഞങ്ങൾ സ്വീകരിക്കും. അവൾക്ക് ഭർത്താവ് ഇല്ലാതാകുന്നതും അവൾ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാകുന്നതും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷിച്ചോട്ടെ, ചാവാതെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സംഭവം ചെയ്തു പോയതാ. അവൻ മര്യാദയ്ക്ക് വരുവാണെങ്കിൽ, മദ്യപാനം നിർത്തി വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ വന്ന് അവരെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൗൺസിലിംഗ് സെന്ററിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ അവിടെ അവരെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ 100% ഞങ്ങൾ അതിന് അനുകൂലികളാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആങ്ങളയോട് പറഞ്ഞു, ബീഹാറിൽ ചെന്നിട്ട് എന്നെ വീണ്ടും ടൈപ്പ് ഷോർട്ടാൻഡും ഒക്കെ പഠിക്കാൻ വിട്ടിട്ടും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അമ്മാവൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതുകൊണ്ട് അതും എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിർത്താനൊന്നും അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആങ്ങളെ ചോദിച്ചു, നിനക്കൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, അവസാനം ഞാൻ എന്ത് ചെയ്യണം? ഇനി നിന്നെ അവൻ്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ ഇനി ഇതാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളയോട് പറഞ്ഞു, ആങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇനി ഞാൻ അങ്ങോട്ട് പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ വസ്തുവിനകത്ത് 25 സെന്റ് വസ്തു എനിക്ക് തന്നിട്ടുണ്ട്. ആ വസ്തുവിനകത്ത് ഒരു മുറിക്ക് ഒരു വീട് എനിക്ക് വെച്ചെന്ന് അതിനകത്തൊരു പൂട്ടുവിട്ട് തരണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ മനുഷ്യൻ എന്നും കൂടെ ഒരുമിച്ച് താമസിക്കുവാണെങ്കിൽ അവർ പറഞ്ഞു, എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി മാത്രം അടവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടവായിക്കോട്ടെ, അപ്പോൾ യേശുവിനെ ഞാൻ ഉള്ളിൽ സ്വീകരിച്ചെന്ന് ഇവരാരും അറിയുന്നില്ല. അങ്ങനെ 1.5 മുറി വീട്, ഒരു മുറി ചോദിച്ച സ്ഥാനത്ത് 1.5 മുറി വീട് എൻ്റെ വസ്തുവിനകത്ത് എൻ്റെ 2 സഹോദരങ്ങളും കൂടി വെച്ച് തന്നിട്ട്
കൗൺസിലിംഗ് സെന്ററുകാരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് 1991 ഈ ആത്മഹത്യാ ശ്രമങ്ങളും എല്ലാം നടക്കുന്നത്. 10 വർഷം 80 തൊട്ട് 90 വരെ പീഡനങ്ങൾ അനുഭവിക്കുന്നു. 91 പുതിയ ജീവിതത്തിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നു. ഇവിടെ വന്ന്, കാരണം ഇരിക്കാൻ ഒരു കൊരണ്ടി പോലുമില്ല, അതുപോലും വിറ്റ് കുടിച്ച 10 രൂപയ്ക്ക് വിറ്റ് കുടിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ യാതൊന്നുമില്ല. എന്നാൽ പിന്നെ 1-2 കലങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഒരു റേഡിയോയും കൂടി മേടിച്ചുകൊണ്ട് വന്നു. അന്നേരം കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ പോലും ഒരു ബാറ്ററി പോലും നമുക്ക് ഇടാൻ പറ്റില്ല. അതെല്ലാം പുള്ളിക്കാരൻ്റെ. അങ്ങനെ ഞങ്ങൾ ഒരു സർക്കിളിനകത്ത് ഞങ്ങളെ 3 പേരെയും കൂടെ നിർത്തി, ഒരു പോലീസുകാർ നമ്മളെ വിറപ്പിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ, എന്നാലും വേണ്ടിയല്ല ജീവിക്കണമെന്ന് തോന്നി അങ്ങനെ തന്നെ അനുസരണത്തോടെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കുകയായിരുന്നു. അങ്ങനെ റേഡിയോ കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ പതുക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയപ്പോൾ KP യോഹന്നാൻ എന്ന് പറയുന്ന സാറിൻ്റെ ആത്മയാത്ര പ്രക്ഷേപണം എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ വചനം, ഞാനേ ഉള്ള യേശുവിനെ വിശ്വസിച്ചത്, വേറെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതെനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്നും വെളുപ്പിന് കട്ടൻ കാപ്പി ഇട്ടിട്ട് ഈ വചനം കേൾക്കാൻ വേണ്ടി, കാപ്പി കുടിക്കാനെന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമല്ലോ, ഇവരെ 3 പേരെയും തട്ടി ഉണർത്തി ഈ വചനം കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷം വീട്ടിലിരുന്ന് ആത്മയാത്ര പ്രക്ഷേപണം കേൾക്കുവാനും, അപ്പോൾ കുഞ്ഞുമോൻ ഇച്ചിരി വളർന്നപ്പോഴത്തേനും അവൻ ലെറ്ററൊക്കെ അയച്ച് KP യോഹന്നാൻ സാർ ഞങ്ങൾക്ക് മറുപടിയൊക്കെ അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 11-ാം 24 വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു മലയെന്ന് പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടോ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടോ, നിങ്ങളുടെ കൈ കൊണ്ടോ തട്ടിമാറ്റാൻ കഴിയാത്ത ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളാണ് മലയെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ യേശു വിചാരിച്ചാൽ അത് സാധിക്കും. അങ്ങനെയുള്ള വചനങ്ങളൊക്കെ തന്ന് നമ്മൾ ബലപ്പെടുത്തി വന്നപ്പോൾ അങ്ങനെ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് എല്ലാവരും ചെന്ന് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഇന്ദിര ഞങ്ങൾ ആരും അമ്പലത്തിൽ പോകുന്നില്ല, അവളിപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നില്ല. റേഡിയോ കൂടി പിന്നെ KP യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ഒരു പാസ്റ്ററുടെ കണ്ട് വചനം കേൾക്കുന്നു. അപ്പോഴാദ്യമായി പാസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് TPM-ലെ ഒരു ഹല്ലേലൂയ സ്തോത്രം അച്ചായൻ ഒരു ബൈബിൾ കൊടുത്തു വിട്ടു. ഹല്ലേലൂയ സ്തോത്രം. എന്ത് വായിക്കണം ഏത് വായിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഈ 15 മിനിറ്റ് കൊണ്ട് ആത്മയാത്രയിൽ പറയുന്ന വചനങ്ങളൊക്കെ ഞാനിങ്ങനെ കുറിച്ചിടും. അങ്ങനെ പുസ്തകം കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ തടയാൻ നോക്കി. അങ്ങനെ പതുക്കെ സങ്കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാനൊക്കെ ആയിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ തുടങ്ങി 1994 മാർച്ച് 2-ാം തീയതി തലേ ദിവസം ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? ദൈവമക്കൾ കൂടുന്നിടത്ത് പോ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ പോയി വിളിച്ചു പറയുന്നു പറഞ്ഞു. സ്തോത്രം. ഇന്ന് ഞാൻ വിളിച്ചു പറയും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് ഞാൻ എന്തു പകരം കൊടുക്കും? എൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷ എല്ലാവരും കാണുക, വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് ദൈവത്തിന് നമ്മൾ കൊടുക്കുവാനുള്ള ഹല്ലേലൂയ പ്രതിഫലം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഈ ഒരു എൻ്റെ കാതിൽ വന്ന് മുഴങ്ങി, നീ ദൈവമക്കൾ കൂടുന്നിടത്തേക്ക് പോ എന്നിങ്ങനെ പറഞ്ഞു. ആ ശബ്ദം പിറ്റേന്ന് എൻ്റെ ഭർത്താവ് ഒരു വീട്ടിൽ 3 ദിവസത്തെ കൺവെൻഷൻ പകലും രാത്രിയിൽ നടക്കുന്നു. അവിടെ പെയിന്റും ഒക്കെ അടിച്ചിട്ട് പോരുന്നതാണ്. അവിടെ 10 മണിക്ക് ഒരു ട്രമ്മിന്റെ ശബ്ദം ആദ്യമേ റെക്കോർഡ് കേട്ടു. പിന്നെ പാട്ട് പാടി ട്രം അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവിടെ പോ, ഇന്നലെ കേട്ട ദൂത് ദൈവമക്കൾ കൂടുന്നിടത്ത് പോയി നീ ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞു ഓടവിടെ നിന്ന്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും പുറത്ത് ഞാൻ പോയിട്ടില്ല, ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് ആർക്കും അറിയത്തില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും അറിഞ്ഞിട്ടുള്ളത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ തൊട്ടടുത്തുള്ള ഒരു മർത്തമ്മ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ വരുന്നു അവിടെ പ്രാർത്ഥനയ്ക്ക്? ഞാൻ പോയി. ചേച്ചി പോകാനും ഞാൻ പറഞ്ഞു, അതെ പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല, വരുന്നെങ്കിൽ വാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഓടിപ്പോയി. ഹല്ലേലൂയ. അവർക്ക് അത്ഭുതമായിരുന്നു. പെയിന്റിങ്ങിന്റെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, ഇന്നലെ ഇപ്പൊ ഇല്ല, കൺവെൻഷൻ കഴിയട്ടെ. ഞാൻ പറഞ്ഞു, അതിനൊന്നും അല്ല ഞാൻ വന്നേ, ഞാൻ പ്രാർത്ഥന കൂടാനാ വന്നേന്ന് പറഞ്ഞു. അവർക്ക് അത്ഭുതമായി. അന്ന് ടേപ്പ് റെക്കോർഡൊക്കെയാണ് പെട്ടെന്ന് കൊണ്ടുവന്ന സാക്ഷ്യത്തിന്റെ ദിവസമായിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ വചനം വെച്ചാണെന്ന് അവിടെ പ്രസംഗിക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം. നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു, ഇന്ന് ഞാൻ സമാധാനത്തോടു കൂടെ ഉറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതെന്ന് ഒരു ദൈവദാസൻ അവിടെ പ്രസംഗിക്കുന്നത്
പറയുന്നത് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ സാക്ഷ്യത്തിന്റെ ദിവസം നമുക്കറിയത്തില്ല, തലയെ കൂടി ഇങ്ങനെ ഒരു തുണി ഇടണമെന്ന് പോലും അറിയത്തില്ല, സാരിത്തുമ്പ് വലിച്ചിടും, അതങ്ങ് വീട് ഇങ്ങനെ പിടിച്ചിരിക്കുക. അന്നേരം സാക്ഷി ഇങ്ങനെ ശ്രദ്ധിച്ചു എന്താണ് പറയുന്നത്. അപ്പോൾ രോഗം മാറാൻ പ്രാർത്ഥിച്ചു, വീട് വെക്കാൻ പ്രാർത്ഥിച്ചു, മക്കളുടെ കല്യാണത്തിന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം വിടുതലെന്ന് പ്രാർത്ഥിച്ച് വിടുവിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് നന്ദി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഈ പുരുഷാരത്തെക്കാട്ടിലും ഏറ്റവും ഉപകാരം ചെയ്തത് എനിക്കല്ലേ. ഒരു രാത്രിയിലെ ഉറക്കത്തിന് വേണ്ടി 2 കുഞ്ഞുങ്ങളെ കൊണ്ട് എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഓടി നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. വസ്ത്രേ, എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ഏങ്ങലടിക്കുക ചെയ്യുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അവർ ടേപ്പ് റെക്കോർഡൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, മൈക്കൊക്കെ എൻ്റെ ഇതൊക്കെ കൊണ്ടുതന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞ ആ സാക്ഷ്യവും ആ ടേപ്പ് റെക്കോർഡും ആ ഭവനത്തിൽ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു അടുത്താണ്, ഭർത്തോമ്മക്കാരാണ് അവിടെ, വേർതിരിഞ്ഞതൊന്നുമില്ല. എങ്കിലും അവിടെ അങ്ങനെ പറയുവാനായിട്ട് അന്ന് രാത്രി എനിക്ക് എൻ്റെ ഭർത്താവിനോട് ചോദിക്കാതെ വന്നത്. അന്നേരം തിരിച്ചു വന്നപ്പോൾ ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിട്ടാ പോയത്, എങ്കിലും ഒന്നും ഭക്ഷിച്ചിട്ടില്ല, അടി ഉറപ്പെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ മോള് പതുക്കെ ചെന്ന് അച്ഛൻ നിൽക്കുന്നിടത്ത് ചെന്ന് പെയിന്റിങ് അടിക്കുന്നിടത്ത് ചോദിച്ചു, എന്താ മോൾ ഒറ്റയ്ക്ക് വന്നേ എന്ന് ചോദിച്ചു. പറഞ്ഞു, അമ്മേ അച്ഛൻ അടിക്കുമോ? എന്തു പറ്റി? അമ്മ ഇന്ന് ഇന്ന വീട്ടില്, ആ വീട്ടിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോഴും പാസ്റ്ററെ പെട്ടെന്ന് അന്നേരം ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ അച്ഛൻ അടിക്കത്തില്ല, അമ്മ എന്തിനാ പോയത്? ഞാൻ പറഞ്ഞു, വെറുതെ എത്രയോ ഉപദ്രവങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ കിട്ടിയിരിക്കുന്നു. ഇതിന്ന് സ്വർഗ സന്തോഷമായിട്ട്, ജീവിതത്തിൽ കിട്ടാത്ത സ്വർഗ സന്തോഷം ഇന്ന് ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, ക്രിസ്തീയ ആരാധന എന്താ, കൂട്ടായ്മ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നത്തെ ദിവസം എന്നെ ഇന്ന് കൊന്നു കളഞ്ഞാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ അറിയേണ്ടതുപോലെ എൻ്റെ കർത്താവിനെ അറിയുവാനും, പാട്ടുകൾ കേൾക്കുവാനും, സാക്ഷ്യങ്ങൾ കേൾക്കുവാനും, വചനം കേൾക്കുവാനും, എഴുന്നേറ്റ് നിന്ന് എൻ്റെ ദൈവം നല്ലവനാണെന്ന്, എന്നെ രക്ഷിച്ചുവെന്ന് ഏകലടിച്ചു പറയുവാനും ഒക്കെ എനിക്ക് ഇടയായല്ലോ. ഇനി എന്നെ കൊന്നാലും എനിക്ക് മരിച്ചാലും എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നെനിക്ക് പറയുവാനായിട്ടിട. പക്ഷേ അന്നത്തെ രാത്രിയിൽ ആ കുഞ്ഞിനോട് പറഞ്ഞയക്കുവാനായിട്ട് ഇടയായി തീർന്നു. അച്ഛൻ അമ്മ അടിക്കത്തില്ല, അച്ഛൻ്റെ ഏറ്റവും നല്ല മുണ്ട് ഷർട്ടും തേച്ച് വെക്കാൻ പറ, കുളിക്കാൻ വെള്ളവും ചൂടാക്കിയിടാൻ ഞാൻ അച്ഛനും കൂടെ വരുന്നെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ 4 പേരും കൂടി, ഹല്ലേലൂയ സ്തോത്രം, 1994 മാർച്ച് 2-ാം തീയതി പകലും രാത്രിയിലും ആ കൺവെൻഷനിൽ പോയി. ഹല്ലേലൂയ സ്തോത്രം. അന്ന് തിരുവല്ലയിലുള്ള ഒരു ബ്രദറാണ് അവിടെ സുവിശേഷം പറയുവാനായിട്ട് വന്നത്. ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, 27-ാം സങ്കീർത്തനം 4-ാം വാക്യം പറഞ്ഞു, ഞാൻ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു, നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ദൈവത്തിന്റെ മനോഹരത്വം കാണേണ്ടുന്നവര്, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കേണ്ടുന്നവര് എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ, എന്തുവാണെന്ന് പോലും നമുക്കറിയാം, ദൈവത്തിന്റെ ആലയം എന്തുവാണെന്ന് അറിയത്തില്ല, ഇതൊന്നും ദൈവത്തിന്റെ മനോഹരത്വം എന്തുവാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ചാടി എഴുന്നേറ്റു, എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കണം എന്നൊക്കെ ഉള്ള ആ ചിന്ത വന്നു. അവരെന്നെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പിറ്റേ വർഷം ഞങ്ങൾ 4 പേരും കൂടി ഒരേ സ്റ്റേജിൽ നിന്ന് പാട്ടുപാടി സുവിശേഷം പറയുവാൻ. കാരണം എല്ലാം ഒന്നെന്നും പറഞ്ഞിട്ടിരുന്നു, മർത്തോമയെന്നോ മറ്റു സഭയെന്നോ ബന്ധക്കോസെന്നോ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ മർത്തോമായി 4 വർഷം പോകാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം സ്വസ്ഥമായി, മദ്യപാനം നീർന്നു, പടിപടിയായിട്ട് കുടുംബത്തിന് സ്വസ്ഥത വന്നു, കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോട്ടെ, സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. അവസാനം മോൻ ബികോം ആയി. ബികോം കമ്പ്യൂട്ടർ നിലമേൽ കോളേജിലാണ് പഠിച്ചത്. ബികോം പാസ്സായി, കമ്പ്യൂട്ടർ പാസ്സായി, എംകോമിന് പഠിച്ചുകൊണ്ട് പല ട്യൂട്ടോറിയൽ കോളേജിലും പഠിക്കുന്ന ഒരു അധ്യാപകനായി എൻ്റെ മകൻ മാറി. മോള് പ്രീ ഡിഗ്രി പഠിച്ചതിൽ ഏറ്റവും അവസാനത്തെ കുട്ടിയാണ്. കൊല്ലം അഞ്ചൽ കോളേജിലാണ് മോള് പഠിച്ചത്. അവൾ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കുള്ള ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. വീട്ടിൽ നിന്നുകൊണ്ട് കൊല്ലം ടാൻഡം എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവൾക്ക് മെഡിസിന് എൻട്രൻസിന് വിട്ടു. അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു കൂര, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, യേശുവിനെ കൊണ്ട് ഈ ദേശം കൊണ്ട്, മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും ഹല്ലേലൂയ സ്തോത്രം ഭവനം, ദേശം ബേഥാന്യ അവരുടെ ദേശമെന്നറിയപ്പെട്ടതുപോലെ ഇന്നൊരു സഹോദരിയുടെയും അല്ലെങ്കിൽ ഉപദേശിയുടെ വീടെന്ന് എല്ലാവരും അറിയപ്പെടാനും, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ല നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെ മക്കളെ എന്ന് വിളിച്ചും ഹല്ലേലൂയ പ്രാർത്ഥിക്കാനും, അങ്ങനെ ഞങ്ങളങ്ങ് ദൈവവചനത്തിൽ ഞങ്ങളങ്ങ് പ്രശസ്തരായി. കുഞ്ഞുങ്ങളും വളർന്നു മിടുക്കരായി. അങ്ങനെ ഇരിക്കെ 2002 എൻ്റെ കുടുംബം വീണ്ടും ഛിന്ന ഭിന്നമാക്കി തീരുവാനായിട്ടിടയായി തീർന്നു.
കുറച്ച് നാൾ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു അമ്പലമുണ്ട്, ഇപ്പോഴും ഉണ്ട്. തൊട്ടപ്പുറത്താണ് ഞാൻ ഇവിടെ നിന്ന് വീട് പറയുന്നത്, ഞാൻ സാക്ഷ്യം പറയുന്നതിന് തൊട്ടപ്പുറത്ത് റോഡാണ്, അതിൻ്റെ അപ്പുറത്താണ് ജ്യേഷ്ഠത്തിൽ. ഞങ്ങളെല്ലാവരും ഒറ്റ അടവിൽ ഇവിടെ താമസിക്കുവാണ്. അപ്പോഴ് എൻ്റെ മകനോട് ചെന്ന്, ട്യൂട്ടോറിയൽ കോളേജിൽ ഇരുന്ന മകനോട് എൻ്റെ ചേട്ടത്തിയുടെ മകൻ ചെന്ന് പറഞ്ഞു, ഇതുവരെ ക്രിസ്ത്യാനി എന്നൊന്നും അല്ല പറയുന്നത്, മാപ്പിള എന്നൊക്കെ അവർ പറയുന്നത്. മാപ്പിളമാരുടെ കൂടെ പോയതൊക്കെ മതി, ഒരാവശ്യം വന്നപ്പം പോയി. അത് ഞാൻ പരസ്യമായിട്ട് ഞാൻ 1994 ലിമർ തോമസ് സഭയിൽ പോയിട്ട് വന്നെന്നറിഞ്ഞപ്പോൾ തൊട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ഒരു രക്തസാക്ഷി ആവണമെങ്കിൽ ഞാനാകും, ഇനി ഞാൻ പുറകോട്ടില്ല. എൻ്റെ യേശു ആരെന്ന് എനിക്ക് അറിയാനുള്ള ഓട്ടമാണ്. എവിടെല്ലാം പോയി, എവിടെല്ലാം കൂട്ടായ്മയുണ്ട് അവിടെല്ലാം പോകും. അങ്ങനെ ഇടവമിഷൻ്റെ മർത്തോമായിൽ ഇടവമിഷൻ എന്ന് പറയുന്ന രാത്രിയിലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് പോയി വണ്ടി വിളിച്ച്, പിന്നെ കിട്ടുന്ന പൈസകളെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവഴിക്കുക. പ്രാർത്ഥന, ഒരു മാസത്തിൽ 4 പ്രാർത്ഥനയെങ്കിലും, കൊച്ചു വീടാണെങ്കിൽ ഇവിടെ കാണും. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ, അല്ല, യൂദായിൽ പിശാച് കയറി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചേട്ടത്തിൽ അവരിങ്ങനെ ഞങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇനി ഞാൻ തിരിച്ചു വരത്തില്ല, ഞാൻ മരണത്തിന് അടിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ഞാൻ മരിച്ച സ്വർഗത്തിലാ, അതുകൊണ്ട് ഞാനിനി മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞു. യേശുവിനെ എങ്ങനെയെല്ലാം അറിയാമോ അങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കണം, എൻ്റെ ഭർത്താവിനും പകർന്നു കൊടുക്കണം, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതായിരുന്നു പറഞ്ഞ് ബരോഖയിലെ വിശ്വാസികളെ പോലെ അങ്ങനെ തന്നെയോ എന്ന് ഞാൻ വീട്ടിൽ വന്ന് അത് പരീക്ഷിക്കുകയും അത് പഠിക്കുകയും ദൈവവചനത്തിൽ വളരുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എൻ്റെ മകനെ ചെന്ന് ഭീഷണിപ്പെടുത്തി, അടുത്ത ആഴ്ച അമ്പലത്തിൽ ഉത്സവമാണ്, കൈ ചരടൊക്കെ കേട്ട് വാളകത്തുനിന്ന് ഘോഷയാത്രയാണ്, അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘോഷയാത്രയ്ക്ക് നീ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, ഞങ്ങൾക്കത് പറ്റത്തില്ല ചേട്ടാ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് ആ കുഞ്ഞിനെ അങ്ങനെ അറിയാത്തുള്ളൂ. അങ്ങനെ അവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള വചനമെല്ലാം അവരെ പറഞ്ഞ് പഠിപ്പിച്ച്, ഇനി നമുക്ക് ഒരിക്കലും പിന്മാറിക്കൂടാ, ഇതിൽ വളരണം, അങ്ങനെ പറഞ്ഞ് എല്ലാ ക്യാമ്പിനും എല്ലാം വിട്ട് ഇഷ്ടംപോലെ ഈ റേഡിയോയിലുള്ള പ്രക്ഷേപണം എല്ലാം എഴുതി അയച്ച് പുതിയ ബൈബിളുകൾ വരുത്തി, ലെറ്ററുകൾ, അങ്ങനെ അവനും കുഞ്ഞുങ്ങളങ്ങ് വളരുകയായിരുന്നു. പന്തലിലൊക്കെ ഇരുന്ന് വചനം വായിക്കാനും എടുക്കാനും എല്ലാം അങ്ങ് ആത്മാവിൽ ദൈവം അങ്ങ് വളർത്തുകയായിരുന്നു. ക്രിസ്തുവിന്റെ തലയോളം വളരാൻ പറയുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു എത്ര വചനം വേണമെങ്കിലും 10,000 വചനം വരെ കാണാതെ പഠിച്ച ഒരു വ്യക്തി, പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ എൻ്റെ ആൾക്കാർ പിടിച്ച് വീണ്ടും മദ്യപാനിയാക്കിയിട്ട് പറഞ്ഞു, ഇനി വേദപുസ്തകം എടുക്കാൻ പാടില്ല, ഇന്നരെയും മക്കളെയും അടക്കി വീട്ടിൽ നിർത്തിക്കോണം, ഇനി പുറത്തോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരനെ വീണ്ടും മദ്യപാനിയാക്കി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്കും പറയാനില്ല. അയാൾ കുടിച്ചിട്ട് വന്നു, അന്വേഷിച്ചു കൊടുക്കുന്ന ഭാര്യയെ മക്കളെ ഉപദ്രവിക്കുന്നു. കുറ്റി ആട്ടി വിട്ടത് ഇന്നാരാണെന്ന് അറിയുന്നില്ലല്ലോ. അവസാനം പ്രത്യക്ഷമായി മകനോട് വന്ന് പറഞ്ഞു. അപ്പോഴ് അവൻ്റെ ഷർട്ടിലൊക്കെ കയറി പിടിച്ചു, കോളറയിലൊക്കെ പിടിച്ചു, ഇങ്ങനെ ഒലച്ചു. നീ എന്താടാ പറഞ്ഞത്? ഞങ്ങൾ പിന്നെ ചത്ത ദൈവത്തെ ആണോടാ ആരാധിക്കുന്നേ? നീ ഇന്നലെ പോയ ദൈവമാണോടാ ജീവനുള്ള ദൈവം? അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ ആരോട് വഴക്കിന് പോകത്തില്ല. വഴക്ക് കണ്ട് ജീവിച്ചതായതുകൊണ്ട് 2 മക്കളെയും നല്ല സൽസ്വഭാവികളായിട്ട് ഞാൻ വളർത്തിയെടുത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു വിഷമവും എനിക്കുണ്ടായിട്ടില്ല. അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. നാളെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് വിഷമത്തോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ എന്ത് പറ്റി? അപ്പോഴും പറഞ്ഞു, ഗോപിച്ചേട്ടൻ എന്നെ ഇങ്ങനെ വഴക്കിന് വന്നു. എന്തിനു വന്നു? അമ്മ അതുപോലെ അമ്പലത്തിലെ എന്തിനു പോകണം, ഞാനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കങ്ങ് പേടിയായി. നീ എന്തോ പറഞ്ഞു? അപ്പോഴും പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അതിനാ എന്നെ ഇങ്ങനെ ഷർട്ട് പിടിച്ച് ഒലച്ചു, ഷർട്ടൊക്കെ വലിച്ചു കീറിയെന്ന് പറഞ്ഞു. നാളെ 9 മണിക്ക് മറുപടി കൊടുക്കണം. എൻ്റെ കുഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പറയും, അമ്മച്ചി നമുക്കിനി മാറിപ്പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇല്ല മക്കളെ, നമുക്ക് മാറിപ്പോകാൻ പറ്റത്തില്ല. മരണമെങ്കിൽ മരണം. നാളെ 9 മണിക്ക് എന്ത് പറയും? നീ ഇന്ന് എന്ത് നിന്റെ ചേട്ടനോട് പറഞ്ഞോ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിക്ക് ഒരു മോനേ ഉള്ളൂ. ആ മോനെ വളർത്തിയെടുത്തത് ഞാനാണ്. പിന്നാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ ആണുങ്ങൾ 2 പിള്ളേരാണ്. അന്നേരം അവൻ്റെ ചേട്ടൻ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പോഴും പറയുമ്പോൾ നാളെ ചെല്ലുമ്പോൾ പറയണം, അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇന്നലെ വരെ ഞങ്ങൾ യേശുവിനെ അറിഞ്ഞിരുന്നില്ല, ഇന്ന് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു, ബൈബിൾ എന്താണെന്ന് അറിഞ്ഞു. ഈ ബൈബിളിൽ കണ്ട ഒരു വ്യക്തി മടങ്ങിപ്പോ പിന്നെ ദൈവം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഇനി മടങ്ങി വരാൻ പറ്റത്തില്ല. ജീവനുള്ള സത്യദൈവത്തെ നമ്മൾ കണ്ടു എന്നുള്ളത് അറിഞ്ഞു, അതിനെ ആരാധിക്കുന്നു, ഇനി പിന്മാറിക്കൂടാ എന്ന് തന്നെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞ് പറഞ്ഞു,
അപ്പോഴും പറഞ്ഞു, ഓ ശരി, എന്നാൽ അടുത്ത വർഷം ഉത്സവത്തിന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് ചതറിച്ചു. അങ്ങനെ വീട്ടിൽ ഭർത്താവ് വീണ്ടും വന്ന് പഴയതുപോലെ ഉപദ്രവങ്ങളും തലക്കടിയും ഇത് മോനോട് ബഹളവും ഇതെല്ലാം ആയി. അപ്പോഴത്തേനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മകൾക്ക് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി SME കോളേജിൽ ഫിസിയോതെറാപ്പി പഠിക്കാനുള്ള ഒരു കോഴ്സ് കിട്ടി. അന്നേരം എൻട്രൻസിന്റെ റിസൾട്ട് വരുവാൻ അല്പം താമസമായതുകൊണ്ട് ഞങ്ങൾ വേറൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരു പോലീസുകാരനാണ് ഞങ്ങളെ വഴിതിരിച്ചു വിട്ടു. നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതല്ലേ, ഇന്നൊരു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ മെഡിസിൻ്റെ കോഴ്സുകളുണ്ട്, നിങ്ങൾ അവിടെ പോയി ഇത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വഴിതിരിച്ചു വിട്ടു. അവൾക്ക് ഫിസിയോതെറാപ്പി ആണ്, ഞങ്ങൾ ഒന്നാമത്തെ വെച്ച് മെഡിസിൻ വേണമെന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി കോഴ്സാണ് അവിടെ. അവൾ പിന്നെ എല്ലാം BSc നഴ്സിംഗ്, MLT, മൈക്രോബയോളജിയും ഇത് ഒപ്റ്റോമെട്രി ഇതൊക്കെ ഉള്ളൂ. അന്നേരം ഫിസിയോതെറാപ്പി തന്നെ വെച്ചു, പഠിക്കാൻ അവിടെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആയിരുന്ന സമയത്ത് പിന്നെ കുഞ്ഞിനെ പഠിക്കാൻ സമ്മതിക്കത്തില്ല, അവൾക്ക് ഫീസ് കൊടുക്കത്തില്ല, ഹോസ്റ്റൽ ഫീസ് കൊടുക്കത്തില്ല. അങ്ങനെ അങ്ങോട്ട് പീഡനമായി. അങ്ങനെ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. പുള്ളിക്കാരൻ മരിച്ചും, തല്ലിക്കൊന്ന് ആരെങ്കിലും കെട്ടി തൂക്കിയാൽ നിന്റെ മോനും നീ കൂടാണ് പിന്നെ എന്നെ കൊന്നതെന്ന് പറയാൻ ഇവിടെ ആളുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ പുസ്തകം എടുക്കരുത്, പുസ്തകം ഇനി മേലെ എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 4 പേരൂടെ അല്ലേ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വല്ല ദോഷവും ഉണ്ടായിരുന്നോ? പിന്നെ മദ്യപിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്? നിന്റെ തത്വവർദ്ധമാനം ഒന്നും ഇങ്ങോട്ട് കേൾക്കണം, പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. ഈ പുസ്തകം താത്തു വെക്കണമെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും താത്തു വെക്കത്തില്ലെന്ന്. ഒരിക്കലും ഈ പുസ്തകം താത്തു വെക്കത്തില്ലെന്നും, താത്തു വെക്കുന്നെങ്കിൽ എൻ്റെ മരണത്തോടുകൂടി മാത്രമേ, എൻ്റെ മരണത്തിനപ്പുറത്ത് എന്നെ കൊണ്ടുപോകാൻ കഴിവുള്ളവനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ലോകത്തിലുള്ള എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി തന്നെ എൻ്റെ കർത്താവിനെ തള്ളി പറയുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പീഡനങ്ങളൊക്കെ ആയി. വീട് ചിതറിച്ചു. അവസാനം പ്രശ്നങ്ങളായി. വേറൊരാളിനെ കണ്ടിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് എൻ്റെ മകനെ ഒരു സ്കൂളിൽ ജോലിക്കായിട്ട് വിട്ടിട്ട് എന്നെ തലമണ്ട അടിച്ച് പൊട്ടിച്ചപ്പം എൻ്റെ ആങ്ങളെ മോളെ വിളിച്ച് പറഞ്ഞു, അമ്മയെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോക്കാളം പറഞ്ഞു. അവൾ വന്ന് കോട്ടയത്ത് കൊണ്ടുപോയി. അവിടുത്തെ ഒരു മഠത്തിൽ നിന്നു. അപ്പോഴത്തേനും മോൻ എവിടെ നിൽക്കുന്നതെന്ന് അവരെല്ലാവരും കണ്ടുപിടിച്ചു. അവനെ ഭീഷണിപ്പെടുത്തി തിരിച്ചു വിളിച്ചു. 2005, അതായത് ഉത്സവം പിറ്റേ വർഷത്തെ ഉത്സവം നടക്കുന്നതിന് മുമ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ പിറ്റേ വർഷത്തിന്റെ മാർച്ച് 6-ാം തീയതി ഞങ്ങൾ അറിയുന്നു, എൻ്റെ മോനൊരു ആക്സിഡന്റ് പറ്റി. അവസാനം പിന്നാണ് അറിയുന്നത് അവൻ മരിച്ചു. അവനാണോ എന്ന് കൺഫേം ചെയ്യാൻ പോണം. അവനിഞ്ഞ് നാട്ടിൽ വന്ന് കൂത്താട്ടുകുളത്ത് ജോലിക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് അവന് കൂത്താട്ടുകുളത്ത് ഇവിടുന്ന് കുറച്ച് പേര് അവനെ അങ്ങോട്ട് മാറ്റി. ഞാൻ കോട്ടയം വില്ലൂന്നി ഒരു മഠത്തിലാണ് ഞാനന്ന് നിൽക്കുന്നത്. അന്നേരം അവിടെ ഫോൺ വിളിച്ചപ്പോഴൊക്കെ ആ മദർ പറഞ്ഞു, മോന് കൊട്ടാരക്കര ഇതുപോലെ പ്രതിസന്ധികളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങ് വാ, നീ ഇത്രയും പഠിച്ച ഒരു കുഞ്ഞല്ലേ, നിനക്ക് ഒരു പെട്രോൾ പമ്പിലോ എവിടെങ്കിലും ഒരു ജോലി മേടിച്ച് തരാം, എന്നാലും നാടും വീടും ഇവിടെ അല്ലേ, അച്ഛനും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ജോലിക്ക് പോയി വീട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര വേദനയായിരുന്നു. 24 വയസ്സുള്ള കുഞ്ഞല്ലേ. അവസാനം ഞാനും പറഞ്ഞു, മക്കളെ അവിടുന്ന് അങ്ങ് പോകണം. നേരം പറഞ്ഞു, എനിക്ക് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 മാസത്തിന് പൊയ്ക്കോട്ടെ അമ്മേ, സ്പോക്കൺ ഇംഗ്ലീഷും പഠിച്ചിട്ടേ ബാംഗ്ലൂരിൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഇംഗ്ലീഷേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. പക്ഷേ 1.5 മാസം എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന്, ഞാൻ മഠത്തിൽ നിന്ന് പഠിക്കുന്നു, മോള് ഹോസ്റ്റലിൽ നിന്ന്, ഞാൻ മഠത്തിൽ ജോലി ചെയ്യുന്നു, മോള് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അവിടുന്ന് തന്നെ ഒരു അച്ഛൻ വന്ന് അവരുടെ ഏറ്റവും വലിയ പിതാവെന്ന് വിളിക്കുന്ന പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ വന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ നാടൻ ഭക്ഷണം വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആലപ്പുഴ ഒരു മഠത്തിലേക്ക്, ധനഹാലയ എന്ന് പറയുന്ന കുരിശുപള്ളിയുടെ അവിടെയുള്ള ഒരു മഠത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ആ സമയത്താണ് മോൻ നാട്ടിൽ വരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കാണുന്നു. ഞങ്ങളുടെ വസ്തുവൊക്കെ ജപ്തിയായി പോയി. അത് ഞങ്ങൾ വല്ല ചതിലക്കും അതൊക്കെ തിരിച്ചെടുത്തു. മോളെ കൊട്ടാരക്കര ഫെഡറൽ ബാങ്കിൽ വെച്ച് മോളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ദൈവം എല്ലാം റെഡിയാക്കി. അങ്ങനെ ഒരു ദിവസം മോൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ഈ പൈസ അടച്ചിട്ട് ഞങ്ങൾ കൊട്ടാരക്കര വെച്ച് ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇരുന്ന്, അച്ഛനെ അപ്പോഴും ഞങ്ങൾ എതിർത്ത് നിൽക്കുവാണ്. അങ്ങനെ ഒരു ഇലയിൽ ഒരുമിച്ച് ചോറ് കഴിച്ചു. എന്നെ ആലപ്പുഴ മോൻ കൊണ്ടാക്കിയിട്ട് തിരിച്ച് അവൻ വരുന്നു. അതിന് ശേഷം അവന് ജോലിക്ക് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവനെ കൂത്താട്ടുകുളത്ത് കൊണ്ടുപോയി 1.5 മാസമേ അവിടെ നിർത്തിയുള്ളൂ.
അവിടെ വെച്ച് പിന്നെ കേൾക്കുന്നത് അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് മോള് വന്നു. ആലപ്പുഴയിൽ നിന്ന് ഞാനിവിടെ വന്നു. പിന്നെ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കാൻ വന്നപ്പോൾ വഴിക്ക് ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകണം. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞ് 3 ദിവസത്തെ കൊണ്ട് അവനെ കാണുന്നില്ല, അവിടെ ഒരു ചിറയിൽ ഒരു ബോഡി പൊങ്ങിക്കിടക്കുന്നു, അവൻ്റെ പുസ്തകങ്ങളും പൈസ ഒന്നും 1.5 മാസം നിന്നെങ്കിലും സാലറി ഒന്നും മേടിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രമോദാണോ എന്ന് അറിയാൻ കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടുന്ന് ആരെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ട് പോരുന്നു. എൻ്റെ കുഞ്ഞ് കൂത്താട്ടുകുളത്താണ് നിന്നത്, ഇനി അവൻ എവിടെയാണെന്ന് അവിടെ ചെന്ന് നോക്കണമെന്നും പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ മകളും കൂട്ടുകാരും കൂടെ ഇവിടെ വന്നു. അപ്പോഴത്തേന് 8 മണിക്ക് പോലീസ് വീണ്ടും വിളിക്കുന്നു, ഈ ബോഡി നിങ്ങളുടെ മകൻ്റെ തന്നെയാണ്, നിങ്ങൾ വന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഇതെടുക്കണം. ഞങ്ങൾ 6-ാം തീയതി തൊട്ട് 8-ാം തീയതി രാത്രി വരെ അവനല്ല എന്നും പറഞ്ഞു ഞങ്ങൾ ഓടി നടന്നു. എൻ്റെ കുഞ്ഞ് എവിടാന്നും പറഞ്ഞു. അവൻ നിന്ന് റെസ്റ്റോറൻറ്റിലും ഒരു പെട്രോൾ പമ്പിലായിരുന്നു അവന് ജോലി. അങ്ങനെ അവിടെ എല്ലാം പോയി നോക്കി. അവസാനം ഞാൻ പറഞ്ഞു അവൻ കിടന്ന കുളം അല്ലെങ്കിൽ ചിറ എവിടാന്ന് എനിക്ക് കാണണമെന്നും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ ചിറയല്ലായിരുന്നു, ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടി കുഴിച്ച ഒരു കുഴിയായിരുന്നു. നമ്മുടെ കക്കൂസിൻ്റെ കുഴിയുടെ അതിനെക്കാട്ടി ഇച്ചിരൂടെ വിസ്തീർണമുള്ള ഒരു കുഴി, അത്ര ആഴമുള്ള ഒരു കുഴി. അതിനകത്തൊന്നും ഇട്ടിട്ടില്ല, വെള്ളം മാത്രം കയറി കിടക്കുന്ന ഒരു കുഴി. എപ്പോഴും ഞാൻ ചോദിച്ചു ഇവിടെയാണോ എൻ്റെ മോൻ കുളിക്കാൻ വന്നത്, കാല് തെറ്റി വീണേന്ന് ചോദിച്ചു. നേരെ ഇതെല്ലാം കള്ളമല്ലേ എന്ന് പറയുവാനായിട്ടൊന്ന് കേസ് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. അഥവാ കേസ് കൊടുത്താലും ആലപ്പുഴയിലെ ഈ സംഭവം കൊണ്ട് നമ്മൾ എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ പെൺകൊച്ചിന് പോലും ജീവന് ഭീഷണിയായി തീരുമെന്നറിഞ്ഞു. പിന്നെ അവിടെ തന്നെ ആലപ്പുഴ ശ്മശാനത്തിൽ തന്നെ ഞാൻ അടക്കിയിട്ട് പോരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണ് മരിച്ചത് അവൻ്റെ ബോഡി, അവൻ്റെ ആത്മാവ് ഇവിടെ നാട്ടിൽ ഒട്ടാരക്കര വാളകത്ത് കൊണ്ടുവന്നാൽ ഇങ്ങനെ അവൻ്റെ ആത്മാവ് പ്രേതമായിട്ട് നടക്കും. അതുകൊണ്ട് നല്ല മന്ത്രവാദിയെ വിളിച്ച് പിന്നെ അവനെ ആവാഹിച്ച് അവനെ അടക്കണം എന്നൊക്കെ ഞങ്ങളുടെ ആൾക്കാർ 10-25 വണ്ടിക്കകത്ത് കാര്യം കൊടിയും കുത്തിക്കൊണ്ട് എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, ബാക്കിയെല്ലാം മറുപക്ഷക്കാർ. അവസാനം ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞ് ഓടാടി നടക്കുമോ? അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കുഞ്ഞല്ലേ, അവൻ്റെ ആത്മാവ് നിന്റെ അടുത്ത് വന്നില്ലേ? അന്നേരം ദൈവം പെട്ടെന്ന് എന്നോട് സംസാരിച്ചു. 24 സങ്കീർത്തനം പറഞ്ഞു, ഭൂമി അതിൻ്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാ, ഭൂതലം അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ളതാ. എന്നിട്ട് ഒന്നും കൂടെ സംസാരിച്ചു. ദാനിയേലിനെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ദാനിയേലേ നീ പോയിക്കൊള്ളുക, കാലാന്തിക്ക് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഈ 2 വചനം തന്നെ ദൈവം ബലപ്പെടുത്തി. അപ്പോഴത്തേനും മോളോട് ചോദിച്ചു, നീ എൻ്റെ പക്ഷത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു. നിന്റെ ആങ്ങളെ ഒന്ന് തൊടാൻ നിനക്ക് പറ്റുമോ മോളെ എന്ന് ചോദിച്ചു. ഇളയം പ്രാവും പോലെ ആങ്ങളെയും പെങ്ങളുമായിട്ട് കഷ്ടതയുടെ നടുവിലൂടെ അത്രയും സ്നേഹിച്ച് എൻ്റെ അടുത്ത് ബലത്തിന് വളർത്തിയ 2 കുഞ്ഞുങ്ങൾ. എൻ്റെ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവസാനം ഒരു ചുംബനം കൊടുക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ലാസർ മരിച്ചു, നാട്ടിൽ വെച്ച് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോന്റെ നാട്ടം വെച്ച ബോഡിയുടെ ആ നാറ്റം ഇപ്പോഴും എൻ്റെ മൂക്കില് ഞടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊന്നും അവസാനമായിട്ട് അവരൊരു ചുംബനം കൊടുക്കാൻ പോലും കഴിയത്തില്ലല്ലോ, മോക്ക് പറ്റുമോ എൻ്റെ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് തൊടാൻ പറ്റുമോ? പറ്റത്തില്ല അമ്മേന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ്ട് നമ്മളെ ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കാൻ ഒരു മന്ത്രവാദം ചെയ്യാൻ പോകുന്നു, ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ചെയ്യും അമ്മേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് പോലീസുകാരോട് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സർക്കിളിന്റെ മുമ്പിൽ കയറി ഞാൻ പറഞ്ഞു, സാറേ 4 ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞല്ല, എൻ്റെ മോൻ എന്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി നടന്ന ഒരമ്മയാ. ഇപ്പോൾ ഞാൻ രാത്രി 8-ാം തീയതി കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ 12:30 ഞങ്ങൾ സമ്മതിച്ചു, എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഈ ബോഡി ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു, ഇത്രയും ആൾക്കാർ വന്നിട്ടില്ലേ, നിങ്ങൾക്ക് എന്ത് വസ്തു അടക്കാൻ വസ്തുവില്ല? ഞാൻ പറഞ്ഞുണ്ട്, ഇഷ്ടം പോലുണ്ട്, ഞങ്ങളുടെ ആൾക്കാരെ മൊത്തം അടക്കില്ല, 11 ഏക്കർ അടക്കുന്നതിനകത്തെല്ലാം ശവങ്ങളാണ്, പിതാക്കന്മാർ മരിച്ചതെല്ലാം അടക്കിയതും എല്ലാം ഇവിടെ തന്നെ, എൻ്റെ അച്ഛനെ അടക്കി, ചേച്ചി അടക്കി, അപ്പനെ അമ്മമാരെ എല്ലാം അടക്കി, അതല്ല വിഷയം, ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞു.
ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അവന് എവിടെങ്കിലും ഒരു അടക്കം മാത്രം കിട്ടിയാൽ മതി, അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, സാറിന് അത് പറ്റുമെന്ന് വെച്ചാൽ. പിന്നെ അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ അവിടെ പ്രശ്നങ്ങളൊക്കെ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നെക്കാട്ടിലും ഈ നിൽക്കുന്ന അവന്റെ പെങ്ങളാ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളെ 2 പേരെക്കാട്ടിലും ഈ ബോഡിക്ക് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയായിരുന്നെന്ന് പറഞ്ഞു. ഒരു കൊള്ളിയായിരുന്നു. 24 വയസ്സ് വരെ വളർത്തി. നിന്റെ മോനാണോ എന്ന് ചോദിച്ചതിന്റെ മുമ്പിൽ കൊണ്ടിട്ട് നാനൊന്നും ഞാൻ സമ്മതിച്ചു തന്നില്ലേ, ഇനിയെങ്കിലും ഇതൊന്ന് അടക്കാനെങ്കിലും ഒന്ന് എന്നെ ഒന്ന് സമ്മതിച്ചൂടെ, എന്നെക്കാട്ടി നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. മോളോട് കൈ പിടിച്ചോണ്ട് ഞാൻ ഓടി, നീ ഹോസ്റ്റലിലും പോ, ഞാൻ ആലപ്പുഴ ജോലിക്കും പോവാന്ന് പറഞ്ഞു. അവസാനം പോലീസുകാരെന്നെ വിളിച്ചു നിർത്തി, കൈയടിച്ച് വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഇനി ആരും മിണ്ടരുതെന്ന് പറഞ്ഞു. 2-2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ വലിയ ലഹള നടന്നുകൊണ്ടിരിക്കുക. എനിക്കും അമ്മയും സഹോദരിമാരും ഒക്കെ ഉണ്ട്. ഒരമ്മയുടെ മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ആഗ്രഹമാണ് അവനെ നാട്ടിൽ എല്ലാവരും കൊണ്ടുപോകുന്നോ ചോദിക്കുന്നത്. ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അടക്കണമെന്നാ പറയുന്നത്. ഈ അമ്മ പറയുന്നു, ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന്, ഞാൻ സമ്മതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഇനി ആരും ഇങ്ങോട്ടൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, 4500 രൂപ കെട്ടിവെക്കുവാണെങ്കിൽ നഗരസഭയുടെ ശ്മശാനത്തിൽ അടക്കാം, കറണ്ട് വെച്ച് കരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കുഴിയെടുത്ത് അടക്കാം, അമ്മയ്ക്ക് ഏതാ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴിയെടുത്ത് അടയ്ക്കാൻ മതി സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ 4500 രൂപ കെട്ടിവെച്ചു. ആലപ്പുഴ നഗരസഭയുടെ ശ്മശാനത്തിൽ എൻ്റെ കുഞ്ഞിനെ അടക്കാൻ ആരും വന്നില്ല. ഒരു ബന്ധക്കോസുകാരും വന്നില്ല, അവനെ സ്നാനപ്പെടുത്തിയവർ വന്നില്ല, മറ്റുള്ളവരെ പേടിച്ച് അവർ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ആരും വന്നില്ല. എൻ്റെ മോനെ അടക്കാൻ ഞാനും എൻ്റെ മകളും മാത്രമേ ഉള്ളായിരുന്നു. മറ്റുള്ളവർ കാഴ്ചക്കാരായി നിന്നപ്പോൾ 3 പിടി മണ്ണ് വാരി പ്രാർത്ഥിച്ച് ഇട്ടിട്ട് പറഞ്ഞു, മക്കൾ ഇപ്പൊ പൊയ്ക്കോ, അമ്മയും പുറകെ വരുന്നുണ്ട്, മുമ്പേ പോയ നീ ഭാഗ്യവാനാടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവന് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ പോരുകയാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു നിമിഷം പോലും എന്നെ നിൽക്കാൻ സമ്മതിച്ചില്ല. വീണ്ടും എൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു, കൈ അടിച്ചോടിച്ചു. ഇനി നീ പുസ്തകം എടുക്കൂടി എന്ന് ചോദിച്ചു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. 2-3 ആഴ്ച ഇവിടെ നിന്നു. അപ്പോഴത്തേന് ദൈവത്തോട് ഞാൻ ചോദിക്കും, കർത്താവേ, അത് അവസാനം അവർ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ അല്ല അടക്കിയിരിക്കുന്നത്, സംശയങ്ങൾ ആരാണ്ട് തല്ലി കൊന്നിട്ടത്, അവൻ ആത്മഹത്യ ചെയ്തത്, ഒത്തിരി പ്രശ്നങ്ങൾ. ഞാൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടും എല്ലാവരോടും ഞാൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹിമപ്പെടട്ടെ. 10 മക്കളെ എടുത്തിട്ട് യോബ് അങ്ങനെ പറഞ്ഞേ, അതുകൊണ്ട് മക്കളെ കണ്ട് മാമ്പു കണ്ട് സന്തോഷിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ദൈവം എനിക്ക് വളർത്താൻ തന്നു, ഞാൻ നന്നായിട്ട് വളർത്തി. 24 വയസ്സ് വരെ ദൈവം എനിക്ക് തന്നുള്ളൂ, അത് ഞാൻ അംഗീകരിച്ചു, എന്നെ ഒന്ന് ശല്യപ്പെടുത്താതെ വിട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിടാതെ പിന്തുടർന്നപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ നിന്റെ ദാസിയാ, എൻ്റെ കുഞ്ഞിനെ നിന്റെ കരങ്ങൾ തന്നതാ, ഇവൻ എങ്ങനെയാ മരിച്ചതെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിച്ച പുണ്യാഹ രക്തത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരുന്ന് യാചിക്കുന്നത്, എന്നെ നീ അറിയിക്കണമെന്ന് പറഞ്ഞു. പാസ്റ്ററെ, 15 ദിവസം കൊണ്ട് ഒരു സിനിമ കഥ എഴുതി തരുന്നത് പോലെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഉൽപ്പത്തി പുസ്തകം 4:9 1-ാമത് ഭിത്തിയിൽ എൻ്റെ മോൻ്റെ അവൻ്റെ റൂം അന്ന് പെയിന്റ് അടിച്ചതോ വെള്ളയടിച്ചതോ അല്ല, പക്ഷെ ഞാൻ ആ റൂമിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെള്ളയടിച്ച ഒരു ഭിത്തി കണ്ടിട്ട് നീല അക്ഷരത്തിൽ ഉൽപ്പത്തി പുസ്തകം 4:9 എന്നുള്ള ഒരു കുറിവാക്യം ആദ്യമായിട്ട് എനിക്ക് ദൈവം തന്നു. അത് ഞാൻ പെട്ടെന്ന് വന്ന് ഞാനത് നോക്കി, ഞാനൊരു ഭ്രാന്തിയെ പോലെ ആയി. വന്നെടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു, ഹാബേലിനെ കൊന്നിട്ട് കായീൻ വരുന്ന അവസ്ഥയാണ് അവിടെ കണ്ടത്. സഹോദരനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്തതുപോലെ കായീൻ പറയുന്നു, അവന്റെ കാവൽക്കാരനാണോ ഞാൻ, അവന്റെ രക്തഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവം എന്നോട് പറഞ്ഞു, അവന്റെ സഹോദരൻ തന്നെ, അവരുൾപ്പെട്ടവർ തന്നെ അവനെ വകവരുത്തിയത് എന്ന് പറയുവാനായിട്ടിടയായി. പിന്നെ അനേക വചനങ്ങൾ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ മകൻ മരിച്ചെന്നേ ഉള്ളൂ, ഒരു അച്ഛനെ കൊന്നിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഭൂമിയിൽ ജീവിക്കും? ആ ഒരു ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരു അമ്മയാ ഞാനെന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാതെ എൻ്റെ ദൈവം എല്ലാം നന്നായി ചെയ്തു പാസ്റ്ററെ. എൻ്റെ കുഞ്ഞിനെ അടക്കിയിട്ട് പോരുന്നു. വീണ്ടും ഞങ്ങൾ പോയി. ഇവിടെ താമസിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നീണ്ട 17 വർഷം ഈ വീട്ടിനകത്ത് എൻ്റെ അമ്മ തന്ന വസ്തുവാണ്.
വീടെല്ലാം നശിച്ചു പോയി. പിന്നെ ഭർത്താവ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 17 വർഷം ഞാൻ കോട്ടയത്ത് പല മഠങ്ങളിൽ, അനാഥാലയങ്ങളിൽ, ഓൾഡ് ഏജ് ഹോമുകളിൽ, മോള് പഠിക്കുന്ന അധ്യാപകരുടെ വീട്ടിൽ ഒക്കെ നിന്ന് 9 വർഷം എൻ്റെ മകളെ പഠിപ്പിച്ചു. അവൾ BPT പഠിച്ചു, MPT പഠിച്ചു, 2നും റാങ്കോടുകൂടി പാസ്സായി. 2010 എൻ്റെ കുഞ്ഞിനെ വിവാഹം ചെയ്തു കൊടുത്തു. അതേ കോഴ്സ് പഠിച്ച ഒരു മകനെ പുതുപ്പള്ളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ ഇപ്പം 2 കുഞ്ഞുങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ സ്തോത്രം, ആമേൻ, 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേർക്കും ചെറിയ ജോലിയുണ്ട്. കുഞ്ഞുങ്ങൾ 11 വയസ്സും 7 വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളാണ്. മിടുക്കരായ 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മകളും മകനും കൂടെ വന്നിട്ട് ഈ തകർന്നു പോയ വീട് ഒന്ന് പുതുക്കി പണിയാൻ വാസയോഗ്യമാക്കി തീർത്തു. അവരവിടെ മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് അല്പം വസ്തു മേടിച്ചു. ഇതും മോക്ക് തന്നെ ഉള്ളതാ. അവര് അവിടെ ഒരു വീട് മേടിച്ചു. അച്ഛനും ഇവിടെ താമസമായിരുന്നു. 2018 എന്നാൽ എന്നെ ഈ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു. എൻ്റെ ആങ്ങളുടെ വീട്ടിലും ചേച്ചിയുടെ വീട്ടിലും ഒക്കെ ഈ വീട്ടിൽ ഇവിടെ അവസാനം പിന്നാണ് ഞാൻ അറിഞ്ഞ്. ഞാൻ വേദപുസ്തകം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എന്നെ കയറ്റിയില്ല. അവസാനത്തെ ഒരു ദിവസം 2018 ഏപ്രിൽ 11 രാത്രി എനിക്ക് ഒരു ദിവസമെങ്കിലും എനിക്ക് ഔട്ട് ഹൗസ്, ഇതിൻ്റെ പുറകിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛന് വീട് വെച്ച് കൊടുത്തിട്ട് ഈ പഴയ വീട് പൊളിച്ച് പണിയാവൂ, അച്ഛനെ വഴിയിലാക്കരുത്. അങ്ങനെ എന്തോ നമ്മൾ ചെയ്തോട്ടെ, നിന്റെ അച്ഛനാണ്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസോടിരിക്കാനും മാതാപിതാക്കളെ ബഹുമാനിക്കാമെന്ന് പറഞ്ഞു വചനത്തിലുള്ളതുകൊണ്ട് അച്ഛൻ എന്തോ ചെയ്തോട്ടെ, അതുകൊണ്ട് നിനക്കുള്ള നന്മ നീ കൊടുക്കണം. അച്ഛന് താമസിക്കാൻ ഞാൻ കോട്ടയത്താ, മോടെ കൂടെ നിൽക്കുന്നു. ഒരു ചർച്ചിലും കൂടെ നിന്ന് ഞാൻ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്നു. അങ്ങനെ നിന്ന് അപ്പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അത് വാർത്ത വീടും ഉള്ള നല്ലൊരു വീട് വെച്ച് കൊടുത്തിട്ടാണ് ഈ വീട് പണിതത്. പക്ഷെ ഈ വീടിനകത്ത് എനിക്കൊന്ന് കയറാൻ സമ്മതിക്കത്തില്ല. നെഹമ്യാവിനെ പോലെ കരഞ്ഞ് ദൈവവചനം വാരി വിതറിയ ഒരു വീടല്ലേ. ഒരു ദിവസം എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്നെ കണ്ട ഭർത്താവ് കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നു. അവസാനം ഞാൻ മല്ല് പിടിച്ചു, എനിക്ക് അന്ന് വരണമെന്നും പറഞ്ഞ് ഞാനിവിടെ വന്നു. അതിൻ്റെ പിറ്റേന്ന് 4 പേരും കൂടി പുള്ളിക്കാരനെ ഉപദ്രവിക്കും. അവസാനം അതുകൊണ്ട് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, ഞാൻ കോട്ടയത്തെ ജീവിതം അവസാനിപ്പിച്ച് മോളുടെ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അവര് എന്നെ ചേച്ചിയുടെ അമ്പലത്തിൽ കൊണ്ടിരുത്താനായിരുന്നു അവരുടെ എല്ലാവരുടെയും കൂടെ പ്ലാന്. ഈ വീട് വാടക വീട്ടിൽ മോള് അവരുടെ വീട്ടിൽ നിന്ന് ഒരു 10 വർഷത്തേക്ക് വാടക വീട്ടിലായിരുന്നു താമസിച്ച. വാടക വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ ആക്കിയിട്ട് അവർ കാനഡയ്ക്ക് വന്നിരിക്കുമായിരുന്നു. കാരണം ജാതികളുടെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി എന്ന് പറയുന്ന പോലെ ദൈവം ഇതെല്ലാം അബദ്ധമാക്കി കളഞ്ഞിട്ട് അന്ന് രാത്രി ഞാനിവിടെ വന്നു. അപ്പോഴ് ഭർത്താവിൻ്റെ ഉപദ്രവം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ കൊട്ടാരക്കര പോലീസിൽ അറിയിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. അന്നേരം മകനെയും കൂടെ വിളിച്ചു പറഞ്ഞു, നാളെ അച്ഛനെയും കൂട്ടി 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് 9 മണിയായപ്പം പോലീസ് സ്റ്റേഷനിൽ വന്നു. അവർ കോട്ടയത്തു നിന്നും വന്ന് അടൂരായപ്പോഴത്തേന് ഇവിടുന്ന് അയൽവാസി വിളിച്ച് പറയുന്നു, അണ്ണൻ ഇവിടെ തൂങ്ങി നിൽക്കുന്നു, മരിച്ചു നിൽക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ വീട്ടിലുള്ള ആരും തൂങ്ങത്തുമില്ല, ആത്മഹത്യ ചെയ്തിട്ടുമില്ല. അങ്ങനെ 2 ദുരൂഹ മരണം നടന്ന ഒരു വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ 56 ദിവസം പോലീസ് സ്റ്റേഷനിൽ അവസാനം ആ കൊലക്കുറ്റം എൻ്റെ പേരിൽ 17 വർഷത്തിന് ശേഷം മടങ്ങി. അതെൻ്റെ വാഗ്ദത്തമായിരുന്നു, നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് നിന്നെ ഞാൻ മടക്കി വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരൊറ്റ ദിവസം ഇവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങേ വീട്ടിൽ കിടന്ന പുള്ളിക്കാരനെ കൊന്ന് കെട്ടിക്കുവാനായിട്ടിടയായി തരുന്നിട്ട് ഞാൻ ഗുണ്ടകളെ കൊണ്ട് ഞാൻ കൊല്ലിച്ചതാണെന്ന് പറഞ്ഞു. എന്നെ ജയിലിടാനുള്ള എല്ലാ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടതുപോലെ എന്നെയും കാരാഗ്രഹത്തിൽ ഇടുവാനുള്ള സകല പ്രയത്നങ്ങളും അവർ നോക്കി. അവസാനം പോലീസിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, എന്നെ അവിടെ ഇവിടെ നിന്ന് എന്നെ കൊലയാളിയെന്നും ഭ്രാന്തിയെന്നും വിളിക്കാതെ, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്, ഒരു കൊലയാളിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ എന്താ തടസ്സമെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഐ ആം എ സ്പിരിച്വൽ വർക്കർ, ഞാൻ കൊല്ലുന്നവളല്ല ജീവിപ്പിക്കുന്നവളാന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കൊലയാളിയായിട്ട് ജയിലിലിട്ടാലും ഞാൻ അവിടെ കിടന്ന് സുവിശേഷം പറയും. 10 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും രക്ഷിക്കപ്പെടും, അവരെയും കൊണ്ട് ഞാൻ ദൈവരാജ്യത്തിൽ പോകും, അതിൻ്റെ പ്രതിഫലം എനിക്കുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ഇല്ലേ തന്നെ ഭ്രാന്തിയെന്നും കൊലയാളിയെന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ കൊലോസ്യർ ലേഖനം 2:15 വായിക്കുമ്പോൾ പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറി ക്രൂശിൽ ആയുധവർഗം വെച്ച് പരസ്യക്കോലമാക്കിയ നസ്രായനായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി ഇതിനെ എല്ലാം തരണം ചെയ്യുവാൻ ദൈവം എനിക്ക് ബലം തന്നു, ബലപ്പെടുത്തി. അവരെല്ലാം
ലജ്ജിച്ച് തല താഴ്ത്തിയിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കാശ് കൊടുത്ത് എന്നെ ഒരു കൊലയാളി പോലും ആക്കി തീർക്കുവാൻ എൻ്റെ ആൾക്കാർ ഇവിടെ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. 2018 ഏപ്രിൽ 12 എൻ്റെ ഹസ്ബൻഡിൻ്റെ അടക്കം കഴിഞ്ഞു. അന്ന് മുതൽ ഒറ്റയ്ക്ക് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു. മോളും 2-3 വർഷമൊക്കെ ഇച്ചിരി പിണങ്ങിയൊക്കെ നിന്ന് നോക്കി. ഞാൻ ഈ വേദപുസ്തകം വെച്ചിട്ട് അവരറിഞ്ഞതാണ്. അവളെ ഭീഷണിപ്പെടുത്തി, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിച്ച പോലെ അല്പസമയത്തേക്ക് എൻ്റെ കുഞ്ഞിനെയും ക്ഷുദ്രം ചെയ്ത് മയക്കി. അവിടെ കുഞ്ഞുങ്ങളെ കാണാൻ സമ്മതിക്കത്തില്ല, അവളെ കാണാൻ സമ്മതിക്കത്തില്ല, ഫോൺ വിളിക്കാൻ സമ്മതിക്കത്തില്ല, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വരട് കാലത്തെല്ലാം ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള 1200 രൂപയുടെ ഒരു മൊബൈൽ ഫോണിലൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് കോവിഡ് കാലത്തായിരുന്നു. ആരും ഇല്ലായിരുന്നു. ഒരു മോള് പോലും ഫോൺ വിളിക്കാൻ എനിക്കില്ല, കുഞ്ഞുങ്ങളുടെ വിവരം അറിയാനില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മയെ എന്നുള്ള ഒരു വിളി എനിക്ക് കേട്ടത്. ഓടി വന്നു. പിന്നെ 1.5 വർഷം കഴിഞ്ഞു. പിന്നെ എല്ലാം പഴയതുപോലെ രമ്യതയായി. ഇപ്പം വളരെ സന്തോഷത്തോടും വളരെ സമാധാനത്തോടും കൂടി അവരവിടെ ജീവിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം വളരെ, കാരണം അവർ എന്തെല്ലാം ശ്രമിച്ചാലും ഈ വേദപുസ്തകം വിട്ട് ഇതിനെ വിട്ട് അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും എന്നുള്ള വചനപ്രകാരം, ആമേൻ, സ്തോത്രം, എന്നെ കൊന്നുകളഞ്ഞാലും ഒരു രക്തസാക്ഷിയായി ജീവിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ, എന്നെ കൊന്നുകൊള്ളുക, ചോര തെറിക്കുമ്പോൾ നിങ്ങൾ ഓടുമോ ഞാൻ ഓടുമോ എന്നറിയാം, ഞാൻ ഓടത്തില്ല എന്ന് പറഞ്ഞു. കാരണം 20 അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എനിക്ക് എൻ്റെ ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു, എൻ്റെ കർത്തൃകാലം എൻ്റെ ദൈവം ഈ ഭൂമിയിൽ എനിക്ക് ആയുസ് തരുന്നുവോ? എൻ്റെ കർത്താവിനെ ഉയർത്തണം, അനേക പാപികളെ മാനസാന്തരപ്പെടുത്തണം, അനേക ആത്മഹത്യ പ്രവണതയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം എനിക്ക് കാണിച്ചു തരും. അവിടെ ചെന്ന് അവരെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കണം, അനേകരെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എൻ്റെ പൗരത്വ സ്വർഗത്തിലാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആദ്യമേ ദൈവം എനിക്ക് തന്നു. മകൻ മരിക്കുന്നതിന് മുമ്പേ മർത്തോമാ സഭയിൽ പോകുമ്പോഴേ ഒരു വചനം ദൈവം എനിക്ക് തന്നു. യോഹന്നാന്റെ സുവിശേഷം 14:1-3 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ അനേക വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ പോകുന്നു. ഞാൻ വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്നുള്ള ഒരു വചനം. എൻ്റെ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് ഞാൻ അറിയുന്നതിന് മുൻപേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ ദൈവം അറിയുന്നത് കൊണ്ട് എല്ലാ മരണ വീടുകളിലും പോകുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, ഈ വചനം എടുത്ത് ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ഞാനും ആ വചനം എടുത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അനേക യൗവനക്കാർ മരിച്ചു കിടന്നപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ആ വചനം എൻ്റെ മകൻ്റെ മരണത്തിലും ആശ്വസിച്ചു. അവൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. എൻ്റെ യേശു എന്നെ ചേർക്കുവാൻ വരും. അല്ലെങ്കിൽ മരണമായാലും ഞാൻ അങ്ങോട്ട് ചെന്ന് എൻ്റെ ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിനെ കാണും എന്ന് പറഞ്ഞ് ഇന്നും എൻ്റെ കർത്താവിൻ്റെ വേലയിൽ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് പരസ്യയോഗവും ഉണ്ട്. കൂടുതലും എനിക്ക് പരസ്യയോഗങ്ങളാണുള്ളത്. സ്വന്തമായിട്ട് ട്രാക്ട് അച്ചടിക്കുന്നുണ്ട്. ഗിതയൻസ് ബൈബിൾ സൊസൈറ്റിയുടെ മെമ്പറാണ്. 10,000 ബൈബിൾ വരുന്നുണ്ട്. പിന്നെ മൈക്ക് സെറ്റുകളുണ്ട്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും മറ്റു മീറ്റിങ്ങുകളെക്കാട്ടിലും ഉപരിയായി ചർച്ച് മീറ്റിങ്ങുകളും അല്ലെങ്കിൽ വീട് വിസിറ്റിങ്ങും കൂട്ടായ്മ പോകത്തില്ലെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം പരസ്യയോഗമാണ്. ഓപ്പൺ എയർ മീറ്റിങ്ങുകളാണ്. അടി കൊണ്ടാലും തെറി കൊണ്ടാലും തുപ്പ് കിട്ടിയാലും എടുത്തുകൊണ്ട് പോടി എന്ന് പറഞ്ഞാലും നിന്റെ ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ അവർക്ക് വേണ്ടി വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നെ വിടുവിച്ച ദൈവം, പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്ന, ലേഖനം 1:21 പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കാരണം അതിന്റെ 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കാത്തിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ ശക്തിക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പിന്നെ വേറൊരു ഗുണ്ടായെ, ഹല്ലേലൂയ, സ്തോത്രം, പറഞ്ഞു വിട്ടു. ഭർത്താവിന്റെ മരണത്തിന് ശേഷം പറഞ്ഞു വിട്ടു. പകൽ റൂമിൽ നിന്ന് പിടിച്ചിറക്കി
ഇറക്കി മുറ്റത്ത് കൊണ്ടിട്ട് എൻ്റെ കൊങ്ങായിക്ക് ഞെക്കി മരണത്തോട് ഞാൻ മല്ലിട്ടു. എന്നിട്ടും മരണം എന്നെ കൊണ്ടുപോയില്ല. അല്പകാലം കൂടി കർത്താവിൻ്റെ ശുശ്രൂഷ തികച്ച് ആരെയൊക്കെ കൂടി കർത്താവിൻ്റെ രാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായതുകൊണ്ട് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. എനിക്ക് മഹനീയം ഗോസ്ബൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. പിന്നെ അനേക മിനിസ്ട്രികളുടെ കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വരെയും ഞാൻ പറഞ്ഞിട്ട് ഉണ്മാനും ഉടുപ്പാനുള്ള ദൈവം എനിക്ക് തരുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തരുന്നു. എനിക്കൊരു ആഡംബര ജീവിതമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുക, നശിച്ചു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മഭാരത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോയി എനിക്ക് സുവിശേഷം അറിയിക്കണം. അതിനെനിക്കൊരു വാഹനമില്ല, അതിൻ്റെ സാമ്പത്തികം എനിക്കില്ല. ഞാനൊരു വിധവയാണ്, വിധവാ പെൻഷൻ എനിക്കില്ല. 60 വയസ്സ് കഴിഞ്ഞ് എനിക്ക് പെൻഷനില്ല. കാരണം മോള് ഡോക്ടർ ആയതുകൊണ്ട് വെള്ള കാർഡാണ്, അവളുടെ പേര് വിട്ട് മാറ്റിയിട്ടില്ല. എനിക്ക് ഗവൺമെൻറ് തരുന്ന 1500 രൂപയും ഇല്ല, ഒന്നുമില്ല. 2018 വരെ ജോലി ചെയ്ത് ഞാൻ ജീവിച്ചു. 2019 മുതൽ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വചനം എനിക്ക് തന്ന് ആ വിശ്വാസത്താൽ 2019 ജീവിച്ചു. 2021 കോവിഡ് കാലമായിരുന്നല്ലോ, വീണ്ടും ചർച്ചകൾ തുറന്നു. അന്ന് തൊട്ടേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നു. ഇന്നലെ ഓടി, ഇന്നും ഈ ഇതിനു വേണ്ടി ഒരുങ്ങി. എന്നാൽ ദേവദാസന്മാർ ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് പ്രാർത്ഥിച്ചു. ഈ ശുശ്രൂഷ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് നിങ്ങൾക്ക് പോയി ചെയ്യുവാൻ കഴിയില്ല എങ്കിലും നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ചുമല് കൊടുക്കുവാൻ, എൻ്റെ ആഹാരത്തിന് എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണത്തിന് വേണ്ട, എൻ്റെ വസ്ത്രത്തിന് വേണ്ട, എൻ്റെ പാർപ്പിടത്തിന് വേണ്ട, എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കണ്ട. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ കർത്താവിൻ്റെ വേല പൂർത്തീകരിക്കണം. എനിക്ക് വാഹനം അത്യാവശ്യമാണ്, അതിന് സാമ്പത്തികം അത്യാവശ്യമാണ്. സ്വന്തമായിട്ട് ട്രാക്ടർ അച്ചടിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള സാമ്പത്തികം ഒരു കൂട്ടായ്മ കിട്ടുമ്പോൾ പിറ്റേന്ന് ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നത്. പലയിടത്തും ആസാദി ചാനലില്, അരോമ TV-യില്, ഡാളസ് പ്രയറില് ഇതിനൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനേക സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ജോയ്സ് മിനിസ്ട്രിയിലും കടന്നു വന്ന് ഇങ്ങനെ എൻ്റെ ഒരു സാക്ഷ്യവും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന. കാരണം ഒരു ദൈവമക്കളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ക്രിസ്തീയ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് ഇത് വരുന്നത് അവരും കാണും. വിശ്വസിച്ച് അവരേതെങ്കിലും കടബാധയിലിരിക്കുന്നവരൊക്കെ ആത്മഹത്യക്ക് ഇരിക്കുന്നവരായിരിക്കും. അനേകര് ഭൗതികത്തെ കുറിച്ച് പറഞ്ഞാണ് വലിയ അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അനുഗ്രഹം 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 എന്നുള്ളത് പറഞ്ഞാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒന്ന് ഞാൻ പറയട്ടെ, യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16:33 വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാൽ ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ധനമുണ്ടാക്കുന്നതല്ല, വീട് വലുതാവുന്നതല്ല. മറ്റൊന്ന് എന്നാ ചോദിക്കുന്നത് വേണ്ടായോ എന്ന്, അത് വേണം. മത്തായിയുടെ സുവിശേഷം 6:33 വായിക്കുമ്പോൾ പറയുന്നു, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇതോടുകൂടി ഇതൊക്കെയും നിനക്ക് കിട്ടും. റോമാലേഖനം 14:17 വായിക്കുമ്പോൾ പറയുന്നു, എന്താണ് അവന്റെ രാജ്യം? ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസും പറഞ്ഞത്, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പൻ. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക മാത്രമേ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നിത്യതയാണ് നമ്മുടെ വലുത്. ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ? ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്ന മുഴുവൻ ലോകത്തെക്കാൾ വിലയുള്ളതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് വചനം ചോദിക്കുന്നു. ആകയാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷ അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം പോലും മുറ്റിത്തന്ന് സർവ്വത നിവൃത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തല തോളോട് ചായച്ചു വെച്ചിട്ട് പറഞ്ഞു, ലോകമേ, മാനവകുലമേ, നിങ്ങൾക്ക് ആദാമ്യ പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്താൽ വന്ന മരണം, മരണത്താൽ വന്ന ശാപം നീക്കി ഈ ലോകത്ത് സമാധാനപരമായ ഒരു ജീവിതവും ഒരു നിത്യതയും എന്നോടൊപ്പം ഇരിപ്പാനുള്ള അവകാശവും തരുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ
വസിപ്പീൻ. എന്നിൽ, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും സാധിക്കും. നിങ്ങൾ അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഈ നാളുകളിൽ നമ്മൾ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോട് ചേർന്ന് മുമ്പുകളായി നമ്മൾക്ക് വസിക്കാം, ഫലം കായ്ക്കുന്നവരായി തീരാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിർത്തേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഒരു വചനം കൂടി, ഹല്ലേലൂയ, സ്തോത്രം. 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, മുമ്പേ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ. കയാൽ അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെയും കൃപയാലത്രേ. ഹല്ലേലൂയ, സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:4 പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയും അതിന് കാരണമല്ല, കർത്താവിന്റെ കരുണയാണ്. ലോകത്തിന്റെ കുടുംബത്തിൽ അനേക ഉന്നതന്മാരുണ്ടായിട്ടും ഒരു കണ്ണിനും ആദരവില്ലാതെ കിടന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം ആരും നിർമ്മതി കഥകളെ കൊണ്ടല്ല, ആരും പറഞ്ഞു കേട്ട യേശുവിനെ അല്ല പറയുന്നേ, അനുഭവിക്കുന്ന യേശുവിനെ. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ഒരു മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് അവന്റെ സാക്ഷിയായി, ഹല്ലേലൂയ, സ്തോത്രം. ഒരുവൻ മറ്റുള്ളവന്റെ ഗുണം സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം. ക്രിസ്തുയേശുവുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നരുളി ചെയ്ത അരുമനാഥന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ട് ഓരോ ദിവസവും അവന്റെ നാൾതോറും അവന്റെ തന്റെ ക്രൂശ് എടുത്ത് എൻ്റെ യേശുവിനെ അനുഗമിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ യേശുവിനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. ഹല്ലേലൂയ, സ്തോത്രം. നിത്യതയാണ് എൻ്റെ ഭാഗ്യം. അതിനായിട്ട് ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടും ഹല്ലേലൂയ, സ്തോത്രം, അതിന് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് ജോർജ് പാസ്റ്ററിനോടും പ്രിയപ്പെട്ട ആന്റിയോടുമുള്ള നന്ദി സ്നേഹവും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം, ഒരു കണ്ണുനീരിൻ്റെ ജീവിതാനുഭവം ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചു. ജീവിതത്തിൻ്റെ ഏറിയ നാളുകളും വളരെ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ദൈവദാസി നിലകൊള്ളുമ്പോൾ അനുഭവിക്കുന്ന ആ സമാധാനവും ആ സന്തോഷവും ആ പ്രത്യാശയും കുറിച്ചും കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചുവല്ലോ. തുടർന്നും ദൈവദാസിയെ ദൈവം പട്ടണത്തിൽ ഉപയോഗിക്കട്ടെ. തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ദൈവം നിവർത്തിച്ച് തരട്ടെ. കണ്ണുകളടയ്ക്കാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ ദൈവദാസിയെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവേ രാത്രികാലം അടിയങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടിവിയെയും കർത്താവ് ഇതിൽ കടന്നു വരുന്ന സാക്ഷ്യം പറയുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവരെ അനുഗ്രഹിക്കണം, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെയും ദാസിയെയും ശക്തിപ്പെടുത്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സാക്ഷ്യവും വചനവും കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും അത് ആശ്വാസത്തിനും വിടുതലിനും പ്രത്യാശയ്ക്കും കാരണമാകണമേ എന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഹല്ലേലൂയ, സ്തോത്രം, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഹല്ലേലൂയ ഓരോ വ്യക്തികളും അറിയുവാൻ തക്കവണ്ണം തന്റെ ജീവനെ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ഹല്ലേലൂയ, സ്തോത്രം, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഏത് അനുഭവത്തിലൂടെ
പാതയിലൂടെയാണോ അവർ കടന്നു പോകുന്നത്? മനുഷ്യൻ പുറമേ നോക്കുന്ന ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, നിന്നെ കുഞ്ഞുങ്ങളുടെ നെടുവീർപ്പ് പോലും അറിയുന്ന ദൈവമേ, അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും വിടുതലുകളും നന്മകളും സൗഖ്യങ്ങളും കരുതലുകളും കൊടുത്ത് അവരെ വഴി നടത്തുമാറാകണമേ എന്നൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും കർത്താവിൽ ശക്തിയുള്ളവരാകട്ടെ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അനേകർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങട്ട് കർത്താവേ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സകലത്തിന്റെ ഈ സ്തോത്രം അവസാനം സമീപിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകമോഹങ്ങളിലേക്ക് ഹല്ലേലൂയ ജീവിക്കുവാനല്ല, കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ അനേകരെ നീ ഒരുക്കിയെടുക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ ഈ സാക്ഷ്യവും വചനവും പ്രയോജനമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, തലമുറയെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പ്രാർത്ഥന അടിയങ്ങൾക്കും അടിയങ്ങളുടെ ശുശ്രൂഷയ്ക്കും കുടുംബത്തിനും അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസനെയും ദാസിയെയും ഒരു പ്രാവശ്യം കൂടി കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണം, വരവിനായി ഒരുക്കണം. സകലത ഞങ്ങൾക്ക് ആജീവൻ വെച്ച് കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. Praise the Lord. Hallelujah. ദേവദാസിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ, തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം തക്ക സമയത്ത് നിറവേറ്റി തരട്ടെ. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നിലകൊള്ളുവാൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്.